സവിധേ എത്തണമേ യാചനകൾ. ദൈവമേ പ്രിയേകനേ നിൻ സവിധേ ഞാൻ വരുന്നു. ദൈവമേ പ്രിയേകനേ നിൻ സവിധേ ഞാൻ വരുന്നു. ദൈവമേ പ്രിയേകനേ. സ്വർഗ്ഗത്തിലെ ദിവ്യാനുഗ്രഹത്താൽ നിത്യം നിറയ്ക്കാമെൻ പോരിയോനേ. സ്വർഗ്ഗത്തിലെ ദിവ്യാനുഗ്രഹത്താൽ നിത്യം നിറയ്ക്കാമെൻ പോരിയോനേ. സത്യവഴി യേശുവേ നീ നിത്യതയിലേക്കു വാതിലും നീ. സത്യവഴി യേശുവേ നീ നിത്യതയിലേക്കു വാതിലും നീ. ദൈവമേ പ്രിയേകനേ നിൻ സവിധേ ഞാൻ വരുന്നു. ദൈവമേ പ്രിയേകനേ നിൻ സവിധേ ഞാൻ വരുന്നു. ദൈവമേ പ്രിയേകനേ. രോഗിക്കു സൗഖ്യപ്രദായകൻ നീ. പാപിക്കു രക്ഷയും നീതിയും നീ. രോഗിക്കു സൗഖ്യപ്രദായകൻ നീ. പാപിക്കു രക്ഷയും നീതിയും നീ. ആത്മാവിനാൽ അത്യന്തമായി ശക്തീകരിച്ചു നയിപ്പതും നീ. ആത്മാവിനാൽ അത്യന്തമായി ശക്തീകരിച്ചു നയിപ്പതും നീ. ദൈവമേ പ്രിയേകനേ നിൻ സവിധേ ഞാൻ വരുന്നു. ദൈവമേ പ്രിയേകനേ നിൻ സവിധേ ഞാൻ വരുന്നു. ദൈവമേ പ്രിയേകനേ.
എന്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ മാമലയിൽ ഇറങ്ങി വന്നവനേ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ വരദാനങ്ങൾ എന്നിൽ നിറയ്ക്കണമേ, നിന്നുടെ വരദാനങ്ങൾ എന്നിൽ നിറയ്ക്കണമേ. ലോകശക്തിയെ ജയിക്കുവാനായി വിൺമഴ പൊഴിക്കണമേ. ലോകശക്തിയെ ജയിക്കുവാനായി വിൺമഴ പൊഴിക്കണമേ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ ബിനീഷച്ചൻ, കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജാക്സൺ അച്ഛൻ, പ്രിയമുള്ള മാതാപിതാക്കളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ദൈവസന്നിധിയിൽ നാം എല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഈ ദേവാലയത്തിലെ യുവജന പ്രസ്ഥാന അംഗങ്ങൾ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ടൊരു വിഷയം ക്രമീകരിച്ചിട്ടുണ്ട്. 51-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ
എന്നെ താങ്ങണമേ. 51 സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ താൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. അവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, രക്ഷയുടെ സന്തോഷം തിരികെ തരുമാറാകണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിന് എന്നെ താങ്ങണമേ. നീ സന്ധിയിൽ നമ്മളെല്ലാവരും ദേവാലയത്തിൽ ചേർന്നിരിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ സന്തോഷമുണ്ടോ? എല്ലാവർക്കും സന്തോഷമുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും സന്തോഷമാണോ? ആണല്ലേ. ഞാനൊരു കുടുംബയോഗത്തിന് ചെന്നപ്പോഴത്തേക്കിനും കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്. കാരണം അവർ എൻ്റെ പ്രസംഗം എപ്പോൾ തീരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കെന്താ ഇത്ര ഉത്സാഹം? അപ്പോൾ അവരൊരു മിടുക്കൻ എന്നോട് പറയുക, അച്ഛാ ഇത് കഴിയുമ്പോൾ കപ്പ ഇറച്ചിയുണ്ട്. അതാണ് സന്തോഷം. നമ്മൾ ദേവാലയത്തിൽ ചേർന്നിരിക്കുമ്പോൾ കർത്താവേ, പ്രിയമുള്ളവരെ, ദാവീദ് ദൈവത്തോട് കരയുകയാണ്. നമ്മളീ പറഞ്ഞ ഈ സന്തോഷമല്ല. പിന്നെ ഏത് സന്തോഷമാണെന്നറിയാമോ? രക്ഷയുടെ സന്തോഷം. അത് നമുക്കുണ്ടോ എന്ന് ചോദിക്കണം. അതറിയണമെങ്കിൽ ആദ്യം രക്ഷ എന്തെന്ന് അറിയണം. എന്താണ് രക്ഷ? ആർക്കെങ്കിലും പറയാമോ? സൺഡേ സ്കൂൾ പഠിക്കുന്ന നല്ല പിള്ളേരുണ്ട് ഇവിടെ. എന്താണ് രക്ഷ? വാട്ട് ഈസ് സാൽവേഷൻ? ഡു യു നോ വാട്ട് ഈസ് സാൽവേഷൻ? എന്താണ് രക്ഷ? ഗോഡ് ഈസ് ഡെലിവർ എന്ന് കേട്ടു ഞാൻ. എന്താണ് രക്ഷ? ആർക്കെങ്കിലും പറയാമോ രക്ഷ എന്താണ്? രക്ഷ, പ്രിയമുള്ളവർ, പാപം ചെയ്യാതിരിക്കാൻ താല്പര്യമുള്ളവരൊന്ന് കൈപൊക്കാവോ? പാപം ചെയ്യാതിരിക്കാൻ ഇഷ്ടമില്ലാത്തവരൊന്ന് കൈപൊക്കിക്കുക. എനിക്ക് പാപം ചെയ്യണ്ട. ഈ ദുബായ് കത്തീഡ്രലിൽ ഇത്രയും പേർക്ക് പാപം ചെയ്യേണ്ടെന്ന് ഇഷ്ടമാണ്. പക്ഷേ പാപം നമ്മൾ എന്ത് ചെയ്യുന്നു? പക്ഷെ നമുക്കിഷ്ടമില്ല, പാപം ചെയ്യേണ്ടെന്നാണ്. ഈ ദുബായി വന്നിട്ട് ഇങ്ങനെയൊന്നും ജീവിക്കണമെന്നല്ല ഓർത്തത്. ഇച്ചിരൂടെ നന്നാവും, ശരിയാവും എന്നൊക്കെ പറഞ്ഞാൽ വന്നത്. പക്ഷെ ഇപ്പോഴും ശരിയായിട്ടില്ല. പാപം ചെയ്യേണ്ടെന്ന് ഇഷ്ടമുണ്ട്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. വാട്ട് ഈസ് സാൽവേഷൻ? പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിൻ്റെ പേരാണ് രക്ഷ. ഒന്നാമത്തെ കാര്യമാണ്, പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിൻ്റെ പേരെന്താണ്? രക്ഷ. ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ, പാപം ചെയ്യുന്നു, എന്നെ വിടുവിക്കണമേ, രക്ഷ തരണമേ. വീണ്ടും പറയുകയാണ്, എന്താണെന്നറിയാമോ? പാപത്തിൻ്റെ സ്വാധീനമുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇവിടെ വന്നാൽ പാപത്തിൻ്റെ സ്വാധീനം, ചില സ്ഥലങ്ങളിൽ പോയിരുന്നാൽ ആവശ്യമില്ലാത്ത ചിന്ത വരും. ഈ അട്ടപ്പാടി ആശ്രമത്തിൽ വൈദിക സെമിനാരി വിദ്യാർത്ഥികൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. കോട്ടയം വൈദിക സെമിനാരിയിലെ ഓരോ ബാച്ചുകൾ അവിടെ വന്ന് അവരുടെ ഫീൽഡ് വർക്ക് നടത്തുന്നുണ്ട്, പ്രാക്ടിക്കൽ വർക്ക്. അപ്പോൾ അവരൊക്കെ വൈദികരാകാൻ വേണ്ടി അവിടെ ഒന്ന് ധ്യാനത്തിനിരിക്കും. അങ്ങനെ ധ്യാനത്തിനിരുന്ന ഒരു കൊച്ചച്ഛൻ ആദ്യമായി ഒരു പള്ളി പോവുകയാണ്. ഞാനീ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യമായി ഒരു പള്ളിയിൽ പോകുന്നു. അങ്ങനെ ആ പള്ളി ചെല്ലുമ്പോൾ അച്ഛന് വല്ലാത്ത അസ്വസ്ഥത. എന്താണെന്നറിയാമോ? അച്ഛനൊരു ദിവസം എൻ്റെ അടുക്ക് വന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയുക, അച്ഛ, എനിക്ക് വീട്ടിലിരുന്നാൽ കുഴപ്പമില്ല, വേറെ സ്ഥലത്ത് പോയാൽ കുഴപ്പമില്ല, പക്ഷെ പള്ളി ചെന്നാൽ ദുഷ്ചിന്ത. പള്ളി ചെന്നാൽ ഈ ചിന്ത വരാൻ പാടുണ്ടോ? ഇല്ല. പള്ളി ചെന്നാൽ ഏത് ചിന്ത വരണം? നല്ല ചിന്ത. പക്ഷേ അച്ഛൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? പള്ളിയിൽ ചെന്ന് താമസിക്കാൻ തുടങ്ങിയ ദുഷ്ചിന്ത, ആവശ്യമില്ലാത്ത ചിന്ത. എന്നെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? ചില സ്ഥലങ്ങളിൽ തിന്മകളുടെ സ്വാധീനമുണ്ട്. അവിടെ ചെന്നിരുന്നാൽ തന്നെ വരും. അപ്പം എന്താണ് രക്ഷയെന്നറിയാമോ? ഇങ്ങനെയുള്ള ഒരു അന്ധകാര ശക്തിയിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിൻ്റെ പേരാണെന്ത്? രക്ഷ. പാപം ചെയ്യേണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ചെന്ന് പെട്ടപ്പോൾ നോ എന്ന് പറയാൻ പറ്റാതെ പാപത്തിലായി. അവിടെ ഒരു സ്വാധീനം കിടക്കുകയാണ്, തിന്മകളുടെ സ്വാധീനം. ചില വീടുകളിൽ പാപം ചെയ്തതിൻ്റെ സ്വാധീനം. ദാവീദ് വീട്ടിൽ പാപം ചെയ്തു, ആരും കാണാതെ 3 പാപങ്ങൾ കണ്ടോ? ദാവീദ് കൊട്ടാരത്തിൽ ഇരുന്നിട്ട് ചെയ്ത, അധികാരം കൊണ്ട് ചെയ്തു, ആരും കാണാതെ ചെയ്യുകയാണ്. സന്ധ്യയായ സമയത്ത് പ്രാർത്ഥിക്കേണ്ട ദാവീദ് വീട്ടിലിരുന്നപ്പോൾ അറിയാതെ 3 പാപങ്ങൾ. അത് വളരെ
പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2 സാമുവേൽ ചാപ്റ്റർ 12, ആ ചാപ്റ്റർ 12 വേഴ്സ് 2 ആദ്യം ബെഡ്, നല്ല മെത്ത എന്നുള്ള വാക്ക് വരുന്ന അവിടെയാണ്. ദാവീദ് സന്ധ്യയായപ്പോൾ മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. എവിടെ നിന്ന്? ഇത്രയും നാൾ വേദപുസ്തകത്തിൽ ഏത് വാക്കില്ലായിരുന്നു? മെത്ത എന്നില്ലായിരുന്നു. ഇപ്പൊ എന്ത് വാക്ക് വന്നു? മെത്ത. സന്ധ്യയായപ്പോൾ എവിടെ നിന്നാണ് വന്നത്? മെത്ത. സന്ധ്യയാകുമ്പോൾ എവിടെയായിരുന്നു നമ്മുടെ ഇരിക്കേണ്ടത്? മെത്തയിലാണോ? സന്ധ്യാസമയത്ത് ഒരു വീട്ടിൽ എവിടെ ഇരിക്കണം? ദൈവത്തിന്റെ മുമ്പിൽ പായിൽ മുട്ടുകുത്തേണ്ട സമയം. ദാവീദ് 3 പാപം ചെയ്തപ്പോൾ പ്രിയമുള്ളവരെ, നാഥാം പ്രവാചകൻ വന്നേച്ച് പറഞ്ഞു, ദാവീദേ, നീ ചെയ്ത പാപം വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം. നിന്റെ വീട്ടിൽ ഈ തിന്മയുടെ സ്വാധീനമുണ്ട്. നീ ഇത് കുമ്പസാരിച്ചില്ലെങ്കിൽ മക്കളുടെ മേലിറങ്ങും. അതാണ് അടുത്ത അധ്യായം കേട്ടോ, 12-ാം അധ്യായം 10-ാം വാക്യം. ദാവീദിനോട് പറയുകയാണ്, ഈ തിന്മകൾ നീ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ വീട്ടിലിറങ്ങും, മക്കളുടെ മേലിറങ്ങും. ദാവീദ് പറഞ്ഞു, ഞാൻ ചെയ്ത പാവം ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. കുഴപ്പമില്ലല്ലോ, ഞാൻ ചെയ്തതൊന്നും ആരും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പ്രശ്നമേ ഇല്ല. എന്നാൽ പ്രിയമുള്ളവർ, 13-ാം അധ്യായം. നാളുകൾ കഴിഞ്ഞു, ദാവീദിന്റെ മക്കൾ വളർന്നു വരികയാണ്. കൊച്ചു പിള്ളേരായിരുന്നു കേട്ടോ. അവരിങ്ങനെ വലുതായി വന്നു. അമ്നോൻ സുന്ദരനാണ്. ദാവീദിന്റെ മകൾ താമാർ അതിസുന്ദരിയായിരുന്നു. അബ്ശാലോം മിടുക്കനായിരുന്നു. കർത്താവേ, പ്രിയമുള്ളവരെ, അമ്നോന് സ്വന്തം പെങ്ങൾ സിസ്റ്ററിനെ നോക്കുമ്പോൾ, താമാറിനെ നോക്കുമ്പോൾ എന്തോ ദുശ്ചിന്ത കണ്ടോ? ദുശ്ചിന്ത വരിക, വീട്ടിൽ വരിക. ആ വീട്ടിലിരിക്കുമ്പോൾ ദുശ്ചിന്ത. സ്വന്തം പെങ്ങളെ നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത വികാരങ്ങൾ വരികയാണ്. സത്യത്തിൽ അമ്നോന് താല്പര്യമില്ലത്, പക്ഷെ വരികയെ. 13-ാം അധ്യായം നമ്മൾ വായിക്കണം. ഇതാ അമ്നോന് സ്വന്തം പെങ്ങളെ നോക്കിയപ്പോൾ ഒരു ദുർവികാരം. അന്ന് ദാവീദിനോട് നാഥാം പ്രവചിച്ചു, നീ ഇത് കുമ്പസാരിച്ച് കളയണം, ഇല്ലേ വീട്ടിൽ ഇത് നിൽക്കും തിന്മയുടെ സ്വാധീനം. എന്താണ് ഈ അശുദ്ധാത്മ വ്യാപാരം? കുമ്പസാരിക്കപ്പെടാത്ത പാപങ്ങളെല്ലാം സ്വാധീനമായി കിടക്കും. അത് മറ്റുള്ളവരിൽ വ്യാപരിക്കും, അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കും. നിങ്ങൾ ചെല്ലുമ്പോൾ, ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആവശ്യമില്ലാത്ത വികാരങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, ഈ സ്ഥലത്ത് അതിൻ്റെ സ്വാധീനമുണ്ട്, തിന്മകളുടെ സ്വാധീനമുണ്ട്. അത് മാറണം. അതിനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ദാവീദ്, പ്രിയമുള്ളവരെ, അപ്പുറത്തെ മുറിയിലിരുന്ന് പറഞ്ഞ് ആരും കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല. പക്ഷെ ഇപ്പുറത്തെ മുറിയിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? അമ്നോൻ താമാറിനെ നശിപ്പിച്ചു. നല്ലൊരു പെൺകുട്ടി, സ്വന്തം പെങ്ങൾ, ചാരിത്രം കവർന്നെടുത്തു. ഒരു വലിയ നിലവിളി കേട്ട് ദാവീദ് ഓടി വന്നപ്പോൾ താമാർ പറഞ്ഞ, അപ്പ ഇങ്ങോട്ട് വരല്ലേ, വസ്ത്രം പോലുമില്ല, എനിക്ക് ഇങ്ങോട്ട് നോക്കരുത്. താമാർ ഒരു വീടിന്റെ മൂലയ്ക്കിൽ എന്നും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. ഒരു വലിയ നിലവിളി. അബ്ശാലോം ആ താമാർ എന്തു പറഞ്ഞാലും മേടിച്ചു കൊടുക്കുന്നു. എത്ര സ്നേഹമായിരുന്നറിയോ? ഒരു പെങ്ങളെ ചോദിച്ചാൽ എന്തു മേടിച്ചു കൊടുക്കും. വള വേണമെന്ന് പറഞ്ഞാൽ വള, മാല വേണമെന്ന് പറഞ്ഞാൽ മാല. എന്ത് സന്തോഷമായിരുന്നു. സ്വന്തം പെങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അബ്ശാലോം മനസ്സിൽ തീരുമാനിച്ചു, കൊല്ലും ഞാൻ അവനെ ഞാൻ കൊല്ലും. കർത്താവേ, പ്രിയമുള്ളവരെ, ദാവീദ് എന്ത് പാപം ചെയ്തോ എല്ലാം വീട്ടിലിറങ്ങി വരികയാണ്. ഇതിൻ്റെ പേരാണ് തിന്മകളുടെ സ്വാധീനം. ഇതാ അബ്ശാലോം അമ്നോനെ കൊല്ലാൻ നോക്കിയിട്ട് കൊല്ലാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്ത്? മദ്യം കൊടുത്തു. അന്ന് ദാവീദ് ഊരിയാവിന് മദ്യം കൊടുത്തു. ഇന്ന് ഒരു സഹോദരന് മദ്യം കൊടുക്കുമ്പോൾ ദാവീദ് അറിഞ്ഞില്ലെന്ന്. അപ്പുറത്തെ മുറിയിലിരിപ്പുണ്ട് ആള്. അപ്പം പറഞ്ഞു, ഞാൻ ചെയ്തത് ആരും കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, കുഴപ്പമില്ല. പക്ഷെ ഇപ്പുറത്തെ മുറിയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു മകൻ മറ്റൊരു മകന് മദ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേയും കൂടെ കഴിയുമ്പോൾ 13-ാം അധ്യായത്തിലുണ്ട്. അല്പം കൂടെ കഴിയുമ്പോൾ ഇതാ അമ്നോൻ കുടിച്ച് നടക്കാൻ പറ്റുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ദാസന്മാരെ വിളിച്ച് അടിച്ചു കൊന്നു. എങ്ങനെ അടിച്ചത്? കാലു മുതൽ. അന്ന് ഊരിയാവിനെ പുറകിൽ നിന്ന് കുന്തത്താൽ കുത്തിക്കൊന്നെങ്കിൽ ഇന്ന് ഒരു വീട്ടിൽ നടക്കുന്നത് കാല് മുതൽ ഇങ്ങനെ അടിച്ചടിച്ച് കൊല്ലാതെ കൊല്ലുക. അമ്നോൻ കൈകൂപ്പി, അബ്ശാലോമെ കൊല്ലണ്ട, എന്നെ നീ നശിപ്പിക്കല്ല്. അപ്പൊ അബ്ശാലോം പറഞ്ഞു, എടാ, എൻ്റെ ഒരു പെങ്ങളുണ്ടായിരുന്നു, നിനക്കറിയാവോ? വീടിന്റെ മൂലയ്ക്കിരിക്കുക. എൻ്റെ ഒരു പെങ്ങൾ നിന്റെ മുമ്പിൽ കൈകൂപ്പിയില്ലേ?
നീ കണ്ടില്ലല്ലോ, നീ അറിഞ്ഞില്ലല്ലോ, അവൾ വാവിട്ട് കരഞ്ഞപ്പോൾ നീ മനസ്സലിഞ്ഞില്ലല്ലോ, നിന്നെ ഞാൻ കൊല്ലാതെ കൊല്ലും. കർത്താവേ, പ്രിയമുള്ളവരെ, രണ്ടാമത്തെ രക്ഷ എന്താണെന്ന് അറിയാമോ? തിന്മകളുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണം. ചില വീട്ടിലുണ്ടിത്, തിന്മകളുടെ സ്വാധീനം. ശാപം എന്ന് പറയുന്ന ഒന്നും സത്യത്തിൽ എന്താണെന്നറിയാമോ? ഒരു വീട്ടിൽ കുമ്പസാരിക്കപ്പെടാതെ കിടക്കുന്ന പാപങ്ങളുണ്ടെങ്കിൽ അത് ആ വീട്ടിൽ എന്നും ഇങ്ങനെ സ്വാധീനിക്കും. അതിൻ്റെ പേരാണ് ശാപം. അന്ധകാര ശക്തികൾ ആ വീട്ടിലുണ്ട്. അതാണ് രണ്ടാമത്തെ രക്ഷ. അന്ധകാര ശക്തികളിൽ നിന്ന് രക്ഷ കിട്ടണം. മൂന്നാമത്തെ രക്ഷ എന്താണെന്നറിയാമോ? ദൈവരാജ്യത്തിലാകണം. എവിടെയാകണം? ദൈവരാജ്യം. എന്താ ഈ ദൈവരാജ്യം? ദൈവരാജ്യം എന്താണെന്നറിയും? ദ കിങ്ഡം ഓഫ് ഗോഡ്. എന്താണ്? ദൈവം ഭരിക്കുന്ന സ്ഥലം. ഒന്ന് പറയാമോ? എന്താ ദൈവരാജ്യം? ദൈവം ഭരിക്കുന്ന സ്ഥലം. ദൈവഭരണമുള്ള സ്ഥലത്തിൻ്റെ പേരാണ് എന്ത്? ദൈവരാജ്യം. നമ്മുടെ വീട് ദൈവരാജ്യമാകണമെങ്കിൽ ആര് ഭരിക്കണം? ദൈവം ഭരിക്കണം. ഈ സ്ഥലം ദുബായ് അല്ലേ? ഇത് നരേന്ദ്രമോദിയാണോ ഭരിക്കുന്നത്? ആണോ? അല്ല അല്ലേ? പിന്നെ ആരാ ഭരിക്കുന്നത്? ഇവിടുത്തെ ഷെയ്ഖാണ് ഭരിക്കുന്നത് അല്ലേ? ഇന്ത്യയിലെ നിയമം, ദുബായിലെ നിയമം രണ്ടും ഒരുപോലെയാണോ? അല്ല. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നു, എന്നിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഇന്ത്യയിൽ എനിക്ക് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും? പോലീസും പിടിക്കും, എല്ലാം പ്രശ്നമാണ്. ഇന്ത്യയിലെ നിയമം അതിവിടെ പറ്റത്തില്ല. ഇവിടുത്തെ ഭരണം മറ്റൊന്നാണ്. ഞാനവിടെ വലതുവശത്ത് വണ്ടി ഓടിക്കുന്നത് പോലെ ഞാനിവിടെ എനിക്ക് ലൈസൻസ് ഉണ്ട്, ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ചാൽ ഇവിടെ എന്നാ പറ്റും? പ്രശ്നമായി, സമാധാനം പോകും. കർത്താവേ, പ്രിയമുള്ളവരെ, ചില വീടുകളിലൊന്നും സമാധാനമില്ല, സന്തോഷമില്ല. ദാവീദ് കരഞ്ഞു, ദൈവമേ സന്തോഷമില്ല. എന്താ കാര്യമെന്നറിയാമോ? ദൈവരാജ്യത്തിന് ഒരു നീതിയുണ്ട്, ഒരു നിയമമുണ്ട്. അതെന്ത് പറ്റുന്നു? തെറ്റിക്കിടക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ നിയമം തെറ്റി. അത് നിയമം തെറ്റുന്നിടത്തെല്ലാം എന്ത് പറ്റുമെന്നറിയാമോ? സന്തോഷം പോകും. നിങ്ങൾ റോമൻസ് എടുത്ത്, റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 17. റോമാലേഖനം 14 അധ്യായം 17 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. പിന്നെ എന്താണെന്നറിയാമോ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം നീതി എന്ന് പറഞ്ഞ ഒരു നിയമമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ നിയമം പാലിക്കപ്പെട്ടാൽ സമാധാനമുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? സന്തോഷമുണ്ട്. അപ്പോൾ എന്തുണ്ടാകും? സന്തോഷം. നമ്മൾ തുടങ്ങിയ വാക്കിതാണ് രക്ഷയുടെ സന്തോഷം. എന്താണ് രക്ഷ? 1, പാപത്തിൽ നിന്ന് എന്ത് ചെയ്യണം? വിടുതൽ കിട്ടണം. 2, തിന്മകളുടെ സ്വാധീനങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടണം. 3, ദൈവരാജ്യത്തിലാകണം. മൂന്നാമത്തെ എന്തായിരുന്നു? ദൈവരാജ്യത്തിലാകണം. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയൊന്ന് ചൊല്ലാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. പിന്നെ നിന്റെ രാജ്യം. ഏത് രാജ്യം? ദൈവരാജ്യം വരണം. ദൈവരാജ്യം വന്നാൽ വീട്ടിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കപ്പെടും. ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കപ്പെട്ടാൽ സമാധാനം വരും. സമാധാനം വന്നാൽ സന്തോഷമുണ്ടാകും. ഞാനിത് പറഞ്ഞു വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് നമുക്ക് പറ്റുകയില്ലെന്ന് പറയാനായിട്ട്. ഇപ്പം സന്തോഷമായില്ലേ? ഇത് നമുക്ക് പറ്റത്തില്ല. പാപത്തിൽ നിന്ന് നമുക്ക് മോചനം നമുക്ക് സ്വന്തമായിട്ട് നേടാൻ പറ്റത്തില്ല. അശുദ്ധാത്മാക്കളിൽ നിന്ന് വിടുതൽ സ്വന്തമായി നേടിയെടുക്കാൻ പറ്റില്ല. ദൈവരാജ്യത്തിലാകാൻ, ദൈവത്തിൻ്റെ നിയമങ്ങളെല്ലാം പാലിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? ഇതിനൊരു പരിഹാരം വേണമല്ലോ. ഇത് പറ്റുന്നില്ല. യേശുവമ്പുരാൻ പറഞ്ഞു, ഇത് പറ്റണമെങ്കിൽ ഒരാളെ കിട്ടണം. യേശുവമ്പുരാൻ ശിഷ്യന്മാരോട് ഇന്ന് വൈകിട്ട് വായിച്ച ഏവങ്കേലിയോനുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 15 വാക്യത്തിൽ യേശുവമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്,
ഡു യു ലവ് മീ? ഇപ്പം ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലേ? എന്താ ചോദിച്ചത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവ് ചോദിച്ചു ശിഷ്യന്മാരോട്, എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കും. എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ രാജ്യം, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ നിങ്ങൾ പാലിക്കും. പക്ഷെ പാലിക്കാൻ പറ്റുന്നില്ല. അതിന് ഞാൻ പിതാവിനോട് ചോദിക്കും, ഇത് പാലിക്കാൻ തക്കവണ്ണം എന്നേക്കും നിങ്ങളുടെ ഉള്ളിലിരിക്കാൻ ഒരു ആത്മാവിനെ നിങ്ങൾക്ക് തരും. കർത്താവിൽ പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കണം. പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ, തിന്മകളുടെ സ്വാധീനങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ, ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ച് ദൈവരാജ്യത്തിലാകണമെങ്കിൽ എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് വരണം. എന്ത് വരണം? ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് എന്താ? ഈ അശുദ്ധാത്മാവ്, അൺക്ലീൻ സ്പിരിറ്റ്. ഇത് മാറുന്നതിൻ്റെ പേരാണ് പെന്തിക്കോസ്തി. കർത്താവേ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിലല്ലാതെ ഒരു പാപം ഉപേക്ഷിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് വരാതെ തിന്മകളിൽ നിന്ന് വിടുതൽ കിട്ടത്തില്ല. ഈ സ്വാധീനത്തിൽ നിന്ന് വിടുതൽ കിട്ടത്തില്ല. പരിശുദ്ധാത്മാവ് വരാതെ ഒരു നിയമങ്ങളും പാലിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിച്ചു, പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വന്നാൽ യേശു പറഞ്ഞ പേരെന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന് 3 പേര് കൊടുത്തു. 3 പേര്. ഒന്നാമത്തെ പേരെന്താണെന്നറിയാമോ? കാര്യസ്ഥൻ. എന്താ പറഞ്ഞത്? കാര്യസ്ഥൻ. എന്താ ഈ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ? അഡ്വക്കേറ്റ് അല്ലെങ്കിൽ മാനേജർ എന്നൊക്കെ പറയാം. എൻ്റെ നിങ്ങളുടെയും കാര്യങ്ങൾ നോക്കാൻ സ്വർഗം ഒരാളെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നേക്കും കൂടിയിരിക്കാൻ ഒരു മാനേജർ. രണ്ടാമത് സഹായകൻ, ഹെൽപ്പർ. മൂന്നാമത് ഉപദേശകൻ, നിന്നെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് സംസാരിച്ച് വഴി നടത്താൻ ഒരാത്മാവിനെ. ആകയാൽ പ്രിയമുള്ളവരെ, സഭ പറയുകയാണ്, പരിശുദ്ധാത്മാവ് വരണം, പരിശുദ്ധാത്മാവ് നിറയണം. എന്നാലേ ഈ ജീവിതത്തിന് വ്യത്യാസമുണ്ടാകത്തുള്ളൂ. ദാവീദ് അന്ന് കരഞ്ഞത് എന്താണെന്നറിയാമോ? രക്ഷയുടെ സന്തോഷം തരാൻ ദൈവമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തരണമേ. പരിശുദ്ധാത്മാവ് വരണം. ആത്മാവ് വരാതെ തിന്മകളിൽ നിന്ന് വിടുതൽ കിട്ടില്ല. എനിക്കിത് നന്നായി മനസ്സിലായ ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരമ്മ നല്ല പഠിക്കുന്ന ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. 8-ാം ക്ലാസ്സിൽ പഠിക്കുക. നല്ല മിടുക്കി, നല്ലൊരു മിടുക്കി. അവളെ കൊണ്ടുവന്നു. എന്നിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ, അച്ഛാ, എൻ്റെ കൊച്ചു നല്ല മിടുക്കിയായിരുന്നു. അവിടെ മുഖത്തോ നോക്കിയാൽ മാലാഹെ നോക്കുന്ന പോലെ എന്തോ ഒരു ചിയർഫുള്ളായിരുന്നു. അവൾ ഇരിക്കുന്ന വീടിന് സന്തോഷമായി. പള്ളിയിൽ അതിരാവിലെ പോകും. ഞാൻ ഈ പറയുന്ന കുട്ടി ഒരു കത്തോലിക്ക് കുട്ടിയാണ്. എല്ലാ ദിവസവും പള്ളി പോകും. അതിരാവിലെ പള്ളിയിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രാവിലെ പള്ളി പോകും. വിശുദ്ധ കുർബാന എന്നും സ്വീകരിക്കും. രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി നേരെ പള്ളിയിലാണ് പോണത്. വിശുദ്ധ കുർബാന സ്വീകരിക്കും. പഠിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മിടുക്കി, 1-ാം സ്ഥാനമാണ്. കഴിവുകളെല്ലാം ഉണ്ട്. ഇപ്പോഴെന്താ പ്രശ്നമെന്നറിയാമോ? ഇപ്പോൾ ദേഷ്യമാണ്. ഇപ്പം എന്താ പ്രശ്നം? എപ്പോഴും ദേഷ്യം, എപ്പോഴും വഴക്ക്, മിണ്ടുന്നില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഇഷ്ടമില്ല, പള്ളി പോകാൻ പറഞ്ഞ താല്പര്യമില്ല, എല്ലാറ്റിനോടും വെറുപ്പ്. ഒനമ്മയ്ക്ക് വല്ലാത്ത സങ്കടം. എൻ്റെ അച്ഛ, എൻ്റെ കൊച്ചത്ര മിടുക്കിയായിരുന്നു. ഇപ്പോൾ അവളൊന്ന് ചിരിക്കുന്നു പോലുമില്ല. എന്താണ് പറ്റിയെന്ന് അറിയത്തില്ല. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ജോലിക്കാരാണ്. ഇനി ഞങ്ങളുടെ വല്ല കുഴപ്പമാണ്. ഞങ്ങൾ ഒത്തിരി സംസാരിച്ച് നോക്കി, അവളൊന്നും പറയുന്നില്ല. അച്ഛനൊന്ന് സംസാരിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ആ മോളെ അടുത്ത് വിളിച്ചു. മോളെ, എന്താണ് പറ്റിയത്? അവൾ എൻ്റെ നേരെ ഷൗട്ട് ചെയ്തു. എന്നോട് പറഞ്ഞു, എനിക്കെന്താ പറ്റിയത്? എനിക്കൊന്നും
എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ അമ്മയ്ക്കാണ് പ്രശ്നം, എൻ്റെ വീട്ടുകാർക്കാണ് പ്രശ്നം, എനിക്കൊരു പ്രശ്നവുമില്ല. കർത്താവ് പ്രിയമുള്ളവരെ, ആ കുട്ടി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അച്ഛൻ എന്നെ നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി. എനിക്ക് വല്ല പ്രശ്നവുമുണ്ടോ? വല്ലതും പറയാൻ പറ്റുമോ? എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കർത്താവ് പ്രിയമുള്ളവരോ, അവരങ്ങ് തിരിച്ചു പോയി. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതാ പിന്നെയും വന്നു, പിന്നെയും വന്നിരിക്കുക. രണ്ടാമതും വന്നു, ഒന്നും നടന്നില്ല. ഈ കുട്ടി ദേഷ്യപ്പെട്ടിട്ട് പോയി. മൂന്നാമത് വന്നു. മൂന്നാമത് വന്നപ്പോഴും ഇതേപോലെ തന്നെ. ഞാൻ ആ കുട്ടിയോട് ഇന്ന് ചോദിക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞു, മോളെ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ഈ കൊച്ചമ്മയോട് പറഞ്ഞ, അമ്മ ഒന്ന് പുറത്തു പോകാമെന്ന് ചോദിച്ചു. അമ്മ പുറത്തോട്ട് പോയി. ഈ കൊച്ചെന്നോട് പറഞ്ഞ, അച്ഛാ എനിക്ക് കുഴപ്പമുണ്ട്, ഐ ആം ഇൻ എ ട്രബിൾ. ഞാനൊരു വലിയ പ്രശ്നത്തിലാണ്, എനിക്ക് കുഴപ്പമുണ്ട്, ഞാൻ മരിക്കും അച്ഛാ, ഞാൻ മരിക്കും, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, മോളെ എന്താണ് നിന്റെ പ്രശ്നം? ദൈവം എല്ലാത്തിനും മതിയായവനാണ്. ഇല്ല അച്ഛാ, ദൈവം എന്നെ വിട്ടു, ദൈവത്തിന് എന്നെ വേണ്ട അച്ഛാ, ഞാൻ അത്രയ്ക്ക് തിന്മയിലാണ്. ഞാൻ ചോദിച്ചു, മോളെ നിന്റെ പ്രശ്നം എന്താണ്? അവൾ പറഞ്ഞു, ആവശ്യമില്ലാത്ത ഒരു ചിത്രം എൻ്റേത് ഒരാളുടെ കയ്യിലുണ്ട്. എൻ്റെ ആവശ്യമില്ലാത്തൊരു ചിത്രം, വളരെ മോശപ്പെട്ട ഒരു ചിത്രം ഒരാളുടെ കൈവശമുണ്ട്. അയാൾ എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്യും. അച്ഛനറിയാമോ, എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയും മമ്മിയും ഇല്ല, രണ്ടുപേരും ജോലിക്ക് പോകും. പല അവധി ദിവസങ്ങളിൽ ഞാനും എൻ്റെ അനിയനും മാത്രമേ ഉള്ളൂ. അവൻ ട്യൂഷന് പോകും, ഞാൻ ഒറ്റയ്ക്കാണ്. ഇയാൾക്കറിയാം, എൻ്റെ വീട്ടിൽ വരും, എന്നോട് പറഞ്ഞു, വരും വരും വരും. എനിക്ക് വരണ്ട അച്ഛ, വരണ്ട, എനിക്ക് നിന്ന് കരകയറണം, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് നോക്കിക്കേ പ്രിയമുള്ളവര്, സന്തോഷം എവിടെ? ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവമേ രക്ഷയുടെ സന്തോഷം തരണമേ, എനിക്ക് നഷ്ടപ്പെട്ടല്ലോ ജീവിതം. അവൾ പറഞ്ഞച്ചാ ഞാൻ മരിക്കും. എൻ്റെ അമ്മയ്ക്കറിയില്ല, എൻ്റെ അപ്പനറിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ. എനിക്ക് സമയമില്ല. കർത്താവേ പ്രിയമുള്ളവരെ, ഞാൻ ആ കുഞ്ഞിനോട് ഒരു കാര്യം പറഞ്ഞു, നീ വളരെ ചെറുപ്പത്തിൽ നന്നായി പ്രാർത്ഥിച്ചില്ലേ? ഓ അച്ഛ, എനിക്ക് സന്തോഷമായിരുന്നു. പള്ളി എന്ന് പറഞ്ഞ ഉത്സാഹമായിരുന്നു, എനിക്കെല്ലാം ജീവനായിരുന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു. നമ്മൾ വിശ്വസിക്കണം. യേശു ഇന്നും ജീവിക്കുന്നു, അന്നും ഇന്നും എന്നും ജീവിക്കുന്നവനാണ്. ആരും നിന്നെ കണ്ടില്ലെങ്കിലും നിന്നെ കണ്ട ഒരു ദൈവമുണ്ട്. ഞാൻ ആ മോളോട് ഒരു കാര്യം ചോദിച്ചു, മോളെ നിന്നെ ആദ്യം കണ്ടതാരാണ്? നിങ്ങളൊന്ന് പറയാവോ ഉത്തരം? നമ്മളെ ആദ്യം കണ്ടതാരാ? നേഴ്സാ അല്ലേ? ആ ശരിയാ, നേഴ്സ് ആദ്യം കണ്ടത്. ആരാ കണ്ടത് ആദ്യം? ദൈവം. യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ ഉരുവാകുന്നതിന് മുന്നേ, കണ്ടോ, അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. യെരമ്യാവേ നീ ഉരുവാകുന്നതിന് മുന്നേ കണ്ടടാ, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം യെരമ്യാവിനെ ഇങ്ങനെ കൈവള്ളി കണ്ടു. യെരമ്യാവ് ആരാണെന്നും എന്താണെന്നും ഇങ്ങനെ കണ്ടു, രൂപവും ഭാവവും അവൻ്റെ ബലഹീനതകളും എല്ലാം കണ്ടു. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് യെരമ്യാവ് ജനിക്കുവോ ഇല്ലയോ? ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജനിക്കുവോ ഇല്ലയോ? ജനിക്കില്ല. എപ്പോഴാ യെരമ്യാവ് ജനിച്ചത്? യെരമ്യാവ് ജനിച്ചത് ഈ രൂപവും ഭാവവും കണ്ടപ്പോൾ ദൈവത്തിന് ഇഷ്ടമായി. വീണ്ടും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ വാകൽപ്പിച്ചുണ്ടാകട്ടെ. അപ്പോഴാണ് ഒരമ്മയെ കിട്ടിയത്. അപ്പോഴാണ് ഒരപ്പനെ കണ്ടത്. ആദ്യം കണ്ടത് ദൈവം. നിന്നെ ആദ്യം കണ്ടത് ആരാണ്? നിന്നെ ആദ്യം മനസ്സിലാക്കിയത് ആരാണ്? ദൈവം. ആ ദൈവം നിന്റെ അവസ്ഥ അറിഞ്ഞിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കുക, ദൈവം ഇതിനൊരു വിടുതൽ തരും. മോള് അവൾ എന്നോട് പറഞ്ഞ, അച്ഛാ എനിക്ക് പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ, ഐ കാൺട്ട്. ഈ പള്ളി നിൽക്കാൻ തന്നെ പറ്റുന്നില്ല അച്ഛാ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, മോളെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ? ഞാനൊരു ബൈബിള് തരാം, നീ ഒന്ന് തുറന്നിട്ട് വായിക്കാം. അവൾ പറഞ്ഞു, എനിക്കത് പറ്റും. ബൈബിള് തന്നാൽ ഞാൻ തുറക്കാം,
ഞാൻ വായിക്കാം. അങ്ങനെ ബൈബിൾ കിട്ടി. അവൾ തുറന്നു, അവൾ വായിച്ചു. ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 9 വേഴ്സ് 11. ഇങ്ങനെയാണ് അവൾ വായിച്ചത്: നിയമരക്തം വഴിയല്ലാതെ ഈ വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിൽ നിന്ന് വിടുതലില്ല. ദൈവം പറയുകയാണ്, മകളെ, ഒരു രക്തമുണ്ട്, ആ രക്തം വഴിയല്ലാതെ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് നിനക്ക് മുക്തിയില്ല. ഞാനാണ് പറയുന്നത്. സക്കറിയാവ് എന്താ ഈ പറഞ്ഞതെന്നറിയാമോ? നമ്മളൊക്കെ ഈ ഓശാന പഠിയോ, യെരൂശലേ ഏറുന്നോനേ, നല്ല പാട്ടൊക്കെ നമ്മൾ പാടുവില്ലേ? ഇവിടെ ഉണ്ടത്. സക്കറിയാവിന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാമത്തെ വാക്യം: ഇതാ സിയോൻ പുത്രിയെ, പാടിക്കോ നീ, നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരികയാണ്. എന്തിനാണ് വരുന്നതെന്നറിയാമോ? ഒരു കവനന്റ് ബ്ലഡ്, ഒരു നിയമത്തിന്റെ രക്തം നിനക്ക് ചൊരിഞ്ഞു തന്ന് പാപത്തിൽ നിന്ന്, അന്ധകാര ശക്തിയിൽ നിന്ന്, നീ ഇപ്പോൾ ആയിരിക്കുന്ന ദുർലോക രാജ്യത്തിൽ നിന്ന് വിടുവിക്കാൻ. കണ്ടോ, അതാണ് രക്ഷ. ഈ രക്ഷ വന്നത് രക്തം വഴിയാണ്. പ്രിയമുള്ളവരെ, ആ മകൾ വായിച്ചു: ഒരു നിയമരക്തം വഴിയല്ലാതെ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് വിടുതലില്ല. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി: ഈ മകളെ വിടുവിക്കാൻ ഒരു രക്തത്തിന് കഴിയും. ആരുടെ രക്തമാണ്? ആരുടെ രക്തം? യേശുവിൻ്റെ രക്തം. 1 ജോൺ 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം: യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മളെ വിശുദ്ധീകരിക്കും. യേശുവിൻ്റെ രക്തം വിടുവിക്കും. കർത്താവേ, പ്രിയമുള്ളവരെ, യേശുവിൻ്റെ രക്തം എന്തിനാണെന്നറിയാമോ? വിശുദ്ധീകരിക്കാൻ. യേശുവിൻ്റെ രക്തം എന്തിനാണ്? വിശുദ്ധീകരിക്കാൻ. എന്നിട്ട് എന്തിനാണ് വിശുദ്ധി? എന്തിനാ വിശുദ്ധി? പരിശുദ്ധാത്മാവിനെ തരാൻ. വിശുദ്ധി എന്തിനാണ്? പരിശുദ്ധാത്മാവിനെ തരാൻ. അന്നൊരു പ്രാർത്ഥനയുണ്ടായി. എന്താണെന്നറിയാമോ? കർത്താവായ യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ. കർത്താവായ യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനെ തരണമേ. വേറൊന്നും വേണ്ട. കർത്താവേ, തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാ നിറയ്ക്കണമേ. നിങ്ങൾ നോക്കണം, ഇതാ ഒരു യുവാവ് ത്രട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്: ഞാൻ വീട്ടിൽ വരും, സമ്മതിച്ചില്ലെങ്കിൽ ഈ ചിത്രം നിന്റെ സഹോദരന്മാർക്ക് ഞാൻ കൊടുക്കും. എന്തൊരു പ്രശ്നമാണെന്നറിയാം. ഈ ചിത്രം സഹോദരന്മാരുടെ കൊടുക്കും. വല്ലാത്ത കെണി, രക്ഷയില്ല. കർത്താവേ, പ്രിയമുള്ളവരെ, ഒരു മകൾ ദൈവസന്നിധിയിൽ നിന്ന്, അതുവരെ ദേഷ്യത്തിൽ നിന്നൊരു കുട്ടിയാണ്, വല്ലാതെ നിന്നൊരു കുട്ടി, ഈ വചനം വായിച്ചപ്പോൾ, ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്. അതിങ്ങനെ ആത്മാവിൽ കൂടെ കടന്നുചെല്ലും, അതിൻ്റെ ശക്തി വ്യാപരിക്കും. അതിൽ ആത്മാവുണ്ട്, ജീവനുണ്ട്, ചൈതന്യമുണ്ട്. ഇതാ ഒരു കുഞ്ഞ് കരയാൻ തുടങ്ങി: കർത്താവേ, നിന്റെ രക്തത്താൽ കഴുകാവോ? എന്നെ കഴുകാമോ? അത്രയ്ക്ക് ചെളിയുണ്ടെന്നിൽ. കഴുകാമോ? വിശുദ്ധീകരിക്കാമോ? പരിശുദ്ധാത്മാവിനെ തരാമോ? എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊരു പ്രാർത്ഥനയാണ്. ഇത് പഠിക്കണം കേട്ടോ. എന്താ പഠിക്കേണ്ടത്? കർത്താവായ യേശുവേ പറഞ്ഞേ. ഇത്രയൊന്നും പോരാ. ഞങ്ങളുടെ അട്ടപ്പാടിയിലൊക്കെ നല്ല പിള്ളേർ നല്ല എണ്ണ ഒച്ചയാണെന്നറിയാമോ? കർത്താവായ യേശുവേ. ഇച്ചിരിയോട് നന്നായിട്ട് ഈ സാത്താൻ കണ്ടേച്ച് പൊട്ടിച്ചിരിക്കും. ഇവിടെ കുറേ അവന്മാർ കർത്താവായ യേശുവേ, സാത്താൻ കൈയടിക്കും. കൊള്ളാം. ദുബായ് പള്ളിയിൽ ഇവരൊക്കെ കൊള്ളാം ഇല്ലേ? ഇങ്ങനെ വേണം പറയാൻ. എങ്ങനെ വേണം പറയേണ്ടത്? കർത്താവായ യേശുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ഞെട്ടണം? ആരാ ഞെട്ടണ്ടേ? കെട്ടിയോനല്ല, പിന്നെ ആരാ? സാത്താൻ ഞെട്ടണം, നന്നായിട്ട് ഞെട്ടണം കേട്ടോ. അപ്പോ അവരെയാണ് നമ്മൾ ഓർക്കേണ്ടത്. കർത്താവായ യേശുവേ എന്ന് പറഞ്ഞാൽ അവർ ഞെട്ടണം. ആ രീതിയിലൊന്ന് പറഞ്ഞേ: കർത്താവായ യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ. ഇപ്പം ചുമ്മാതെയല്ലേ പറഞ്ഞേ, ഇനി ഒന്ന് ആഗ്രഹിച്ചൊന്ന് പറഞ്ഞു നോക്കിക്കേ. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ പാപത്തിൽ നിന്ന്, ഈ അന്ധകാര ചില സ്ഥലത്തിരിക്കുമ്പോൾ പാപം ചെയ്യാൻ തോന്നുക, ആ സ്വാധീനത്തിൽ നിന്ന്, ദൈവരാജ്യത്തിൽ നിന്ന് അകന്നു കിടക്കുന്നതിൽ നിന്ന് ദൈവമേ രക്തത്താൽ കഴുകണമേ ഒന്ന് ആഗ്രഹിച്ച് ഇനി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. കർത്താവായ യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാ നിറയ്ക്കണമേ. തരാതിരിക്കുമോ?
തരാതിരിക്കുമോ? നല്ല പിള്ളേരുണ്ട് കേട്ടോ ഇവിടെ. തരാതിരിക്കുമോ? പരിശുദ്ധാത്മാവിനെ തരാതിരിക്കുമോ? ഇല്ല കേട്ടോ. നിങ്ങളൊന്ന് ഓർക്കണം കേട്ടോ. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അമ്മയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക. അച്ഛാ, ഇത് അമ്മയുടെ ഫോണാണ്. ഇതാരുടെ ഫോണാണ്? അമ്മയ്ക്കറിയില്ലായിരുന്നു വാട്സാപ്പ് ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ അറിയാൻ മേലാഞ്ഞ്? അത് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ പഠിച്ചു? ഒരാൾ പഠിപ്പിച്ചു തന്നതാണ്. എല്ലാം ഹൈഡ് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കറിയില്ലായിരുന്നു. ഇതിലാണ് ഞാനെല്ലാം ചെയ്തത്. ഇതാ എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നു. ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. ഈ ചിത്രങ്ങളെല്ലാം ഞാൻ നശിപ്പിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യത്തിൽ ദൈവം പറയുകയാണ്, എൻ്റെ മക്കളെ, ഞാൻ ഇടപെട്ടാൽ സമാധാനത്തിൽ തീരും. നിങ്ങൾ ഇടപെട്ടാൽ വാശിയിലും വൈരാഗ്യത്തിലും വെറുപ്പിലും തീർക്കും. ഞാൻ ഇടപെട്ടാൽ സമാധാനം, ദൈവരാജ്യം, സമാധാനം, സന്തോഷം. നോക്കിക്കേ, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സമാധാനം. നിങ്ങൾ നോക്കിക്കേ, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. ഒരു കൊച്ചിന് ആദ്യം എന്നായിരുന്നു? ദേഷ്യം. എന്തായിരുന്നു? ദേഷ്യം. ഇനി ഇതിൻ്റെ റൂട്ട് കോസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് സമയമില്ല. റൂട്ട് കോസ് പഠിക്കണം. റൂട്ട് കോസ്. പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളും വരാത്തതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്നറിയാമോ? ഒന്നാമത്തെ കാരണം നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടില്ലെന്നുള്ള. ഒന്നാമത്തെ കാരണം എന്താ? കാരണം പരിശുദ്ധാത്മാവ് ദാനമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഒരു ദാനം. ദാനം ചുമ്മാ കിട്ടുമോ? ദാനം ചുമ്മാതെ കിട്ടുമോ? കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നരുത്. യാക്കോബിൻ്റെ ലേഖനം എടുക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം എടുക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ് വരുന്നത്. എല്ലാ നല്ല ദാനവും, ഞാൻ ഇന്നലെ പറഞ്ഞു, ദ പ്രോമീസ്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവ്, അത് പിതാവിൽ നിന്ന് വരുന്നു. ഇനി 1-ാം അധ്യായം, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. ഈ ദാനം ഔദാര്യമായി കൊടുക്കുകയാണ്. ഈ ദാനം എന്ത് ചെയ്യുന്നു? ഒരു യോഗ്യതയെ നോക്കാതെ, ചാക്കോച്ചൻ്റെ യോഗ്യത, മറിയാമ്മയുടെ, ഇതൊന്നും നോക്കുന്നില്ല. യോഗ്യതയില്ല, കൊടുക്കുന്നു. അതുകൊണ്ട് യാക്കോബ് പറയുന്നു, യാചിക്കുവീൻ. എന്ത് ചെയ്യണം? ചോദിക്കണം. ഇന്നുവരെ ചോദിച്ചില്ല. നമ്മൾ ഇന്നുവരെ എന്നെ വീട്ടിൽ ഇരുന്ന് പഠിച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചിനെ നല്ല മിടുക്കനാക്കണം, മിടുക്കിയാക്കണം, പഠിച്ച് നല്ല സൂപ്പറാകണം. ഇന്ന് വരെ എന്നാ ചോദിച്ചില്ല? പരിശുദ്ധാത്മാവിനെ കൊച്ചിന് കൊടുക്കാവോ? ചോദിച്ചിട്ടില്ല. കർത്താവ് പറയുകയാണ്, യാക്കോബ് ശ്ലീഹ പറയാണ്, നിങ്ങൾ ചോദിക്കണം പരിശുദ്ധാത്മാവിനെ. എങ്ങനെ ചോദിക്കണം? വിശ്വാസത്തോടെ. എങ്ങനെ ചോദിക്കണം? വിശ്വാസത്തോടെ. എന്താ ഈ വിശ്വാസം? വിശ്വാസം എന്താണെന്നറിയാമോ? 2 കൊരിന്ത്യരുടെ പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെയാണ്. 2 Corinthians chapter 1 verse 20 ഇങ്ങനെയാണ് പറയുന്നത്, എത്രയെല്ലാം വാഗ്ദാനങ്ങൾ പിതാവായ ദൈവം തന്നിട്ടുണ്ടെങ്കിലും 8000-ത്തിലധികം വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങളെല്ലാം യേശുവിൽ യേശുവിലേസാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ വാഗ്ദാനങ്ങളെല്ലാം നിന്നിൽ വരും. വിശ്വസിക്കണം. 3-ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന് വരാതിരിക്കാനുള്ള കാരണം തടസ്സങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട തടസ്സം ഞാൻ പറഞ്ഞു തരികയാണ്, ശ്രദ്ധിച്ചോളൂ. തടസ്സം ഇതാണെന്ന്. എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ തടസ്സമാണ് വെറുപ്പ്. എന്താണ്? ഒന്ന് പറഞ്ഞേ. വെറുപ്പ്. വെറുപ്പെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഹേറ്റ്രഡ് ഫീലിംഗ്. വീട്ടിലിരിക്കുമ്പോൾ ജീവിത പങ്കാളിയോട് എന്നാ തോന്നും? ചുമ്മാ ഒരു വെറുപ്പ്. വെറുതെ ചുമ്മാ, ഈ മനുഷ്യൻ ചുമ്മാ, ഒരു വെറുപ്പ്. പിന്നെ മാതാപിതാക്കളോട് എന്നാ തോന്നും? എന്നാ തോന്നും? നിങ്ങൾക്ക് ആർക്കെങ്കിലും അമ്മയോട് അപ്പനോട് വെറുപ്പുണ്ടോ? ഇല്ലല്ലോ. നല്ല കുട്ടികൾ, ദുബായിലെ നല്ല പിള്ളേരാണ് കേട്ടോ. ആർക്കും വെറുപ്പില്ല, നല്ല കുട്ടികളാണ് കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് വെറുപ്പുള്ളൊരു വാക്ക് ഞാൻ പറയട്ടെ. ഞാനൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുപ്പുള്ളൊരു വാക്ക് പറയാവേ.
പഠിക്കടാ. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം എങ്ങനെയുണ്ട്? ഈ വാക്ക് ആദ്യം കൂടുതൽ പറയുന്ന ആരാ വീട്ടിൽ? ആരാ പറയുന്നേ? അയ്യോ അമ്മയോട് എന്നാ സ്നേഹമാണെന്നറിയാവോ? പക്ഷെ ഈ വാക്കും അങ്ങോട്ട് കേൾക്കുമ്പോൾ ഉള്ളി എന്നാ വരും? ഏത് കൊച്ചു പിള്ളേർക്കും എന്നാ ഉണ്ടാകും? വെറുപ്പ്. ഇതാണ് ആദ്യത്തെ സാത്താൻ. വെറുപ്പാണ് ആദ്യത്തെ റൂട്ട് കോസ്. വെറുപ്പ് വന്നാൽ പരിശുദ്ധാത്മാവില്ല. ഇവിടെ തൊട്ട് പ്രശ്നമാണ്. 2 കൊരിന്ത്യൻസ് chapter 12 verse 20 എല്ലാവരും എടുക്കണം കേട്ടോ. 2 കൊരിന്ത്യർ 12:20 എടുക്കണം. ചെയിൻ പിശാചിന്റെ പേരാണ്. എന്താണെന്നറിയാമോ? ആദ്യം വെറുപ്പ്. ഒരച്ഛൻ പള്ളിയിലേക്ക് പുതുതായിട്ട് ചാർജ് എടുത്താൽ ഞാൻ പറയുന്നു, വെറുപ്പിന്റെ ദുരാത്മാവ് വരുന്ന ഒരു സംഭവം ഉണ്ടാകും. ഒന്നിൽ അവിടുത്തെ ശുശ്രൂഷക്കാർ, ഇല്ലേ അവിടുത്തെ ട്രസ്റ്റി സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ. ചുമ്മാ വെറുപ്പ്. എന്തിനാണെന്നറിയോ? പരിശുദ്ധാത്മാവ് വരാതിരിക്കാൻ. പരിശുദ്ധാത്മാവ് വരരുത്. ചെല്ലുമ്പോഴേ വെറുപ്പിക്കും. നിങ്ങളുടെ വീട്ടിലേക്കും മാതാപിതാക്കളോട് വെറുപ്പ്, ജീവിത പങ്കാളിയോട് വെറുപ്പ്. വെറുപ്പെന്ന് പറയുന്ന ദുരാത്മാവിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാര്യം എന്താണെന്നറിയാമോ? ജീവിത പങ്കാളി നോക്കുമ്പോൾ ചിരിച്ച് കാണിക്കും, ഹായ് എന്ന് വെക്കും, നല്ല സൂപ്പറാ ചേട്ടാ, കൊള്ളാം, അടിപൊളി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഉള്ളിൽ എന്നാ ഉണ്ട്? ഉള്ളിൽ എന്നാ ഉണ്ട്? വെറുപ്പ്. പ്രശ്നമാണ്. പൗലോസ് ശ്ലീഹ പറയുന്നു, അടുത്ത പിശാച് വരും. അതിൻ്റെ പേരെന്താണെന്നറിയാമോ? ഈർഷ്യ. എന്താണ് അത്? പറയുമ്പോൾ മുഖം ചുളുങ്ങിയില്ലേ? ചുളുങ്ങിയില്ലേ? ഈർഷ്യ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? കൊച്ചു കണ്ട ചുളുങ്ങി, ഈർഷ്യ. അപ്പം എന്നാന്നറിയാമോ? മുഖത്തോട്ട് നോക്കിയാൽ അറിയാം പ്രശ്നമാണ്. ഇപ്പാണ്ട് വെളിപ്പെട്ടു. ഈ പിശാച് കയറി കഴിഞ്ഞാൽ മുഖത്ത് നോക്കുമ്പോൾ അറിയാം പ്രശ്നമാണ്. ഈ പിശാച് വീട്ടിൽ വന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്നറിയാമോ? സൗണ്ട് കൂടും. എന്ത് കൂടും? ഇത്രയും നാളും ചായ വെച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പം വെച്ചു ചായ വന്നു. ഇപ്പം നമുക്ക് സംഭവം പിടികിട്ടി. എന്താണ്? പ്രശ്നമാണ്. കണ്ടോ? സൗണ്ട് കൂടി. കർത്താവേ പ്രിയമുള്ളവർ, രണ്ടാമത്തെ പിശാച് ഇതാണ്. ശബ്ദം കൂടും, പ്രശ്നം ഉണ്ടാകും. അടുത്ത പിശാചിന്റെ പേരെന്താണെന്നറിയാമോ? അവിടെ കോപം. ഇതാ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് ദേഷ്യം, കോപം, തീർന്നില്ല, വാശി. കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കില്ല, എടുക്കില്ല എന്ന് പറഞ്ഞാൽ എടുക്കില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകും. ആ വീട്ടിൽ ആത്മാവ് പ്രവർത്തിക്കില്ല. ആ ദേവാലയത്തിൽ ആത്മാവ് പ്രവർത്തിക്കില്ല. ശ്രദ്ധിച്ചു? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിപ്പുണ്ടെങ്കിൽ പ്രവർത്തിക്കില്ല. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര നന്മയും, ബാക്കി എന്നു നമുക്കും അറിയത്തില്ല. എത്ര നന്മയും. അവിടെ കർത്താവ് എന്നേക്കും ജീവൻ, ആത്മാവ്. അവിടെയാണ് ആത്മാവ്. ദുബായ് പള്ളി ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പരിശുദ്ധാത്മാവ് വരും. ഒറ്റക്കെട്ട്. മലങ്കര സഭയെ പ്രിയമുള്ളവര്, ദേവാലയങ്ങളെല്ലാം ചിഹ്ന ഭിന്നമാകുന്നു. എന്തിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വരാതിരിക്കാൻ. ദേവാലയങ്ങൾ പല ഗ്രൂപ്പ്. ഇത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് ഇറങ്ങിപ്പോകേണ്ടത്. ഈ ഗ്രൂപ്പ് ഇറങ്ങണം. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ ഒന്നിച്ചൊറ്റ പിള്ളേരായിട്ട് ദൈവത്തിന്റെ മക്കളായിട്ട് വന്ന് നിൽക്കണം. അപ്പോ ഒറ്റ വിളി. ആ ദേവാലയത്തിൽ ആത്മാവ് ഇറങ്ങും, പരിശുദ്ധാത്മാവ് ഇറങ്ങും, കുടുംബത്തിൽ ദൈവം വരും. ഇതാ ഒരു പെങ്കൊച്ചു വന്ന് ഫോൺ കാണിച്ചിട്ട് പറഞ്ഞ, അച്ഛാ തേ പോയി, ഇത് എനിക്ക് സന്തോഷം. മോഹം തന്നെ മാറി. ഇന്ന് മോഹം മാറി. പരിശുദ്ധാത്മാവ്. ആകെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരണം. ഇതിന് ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കണം കേട്ടോ. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ അബ്രഹാമിനെ എടുത്തിട്ട് പറയുകയാണ്, മക്കളെ, പരിശുദ്ധാത്മാവ് ചുമ്മാ ഒന്നും വരത്തില്ല കേട്ടോ. അബ്രഹാം ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്ത് കാത്ത് കാത്തിരുന്നത് വിശ്വാസത്തിൽ. എങ്ങനെ ഇരുന്നത്? വിശ്വാസത്തിൽ. ഈ ദേവാലയത്തിൽ വരുന്ന ഓരോരുത്തരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പള്ളിയിലേക്ക് കാലുകുത്തുമ്പോഴേ വിശ്വസിക്കണം, ഈ ആലയത്തിൽ ആത്മാവ് വരും. എന്നാ വിശ്വസിക്കണ്ടേ? ഈ ആലയത്തിൽ ആര് വരും? കർത്താവ് ഈ ആലയത്തിൽ ഇറങ്ങും. ഇത്രയും പേരങ്ങോട്ട് വിശ്വസിച്ച് കർത്താവ് ഈ ആലയത്തിൽ ഇറങ്ങും. വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. ആകെ വീടിനെ കുറിച്ച് എന്താണ് ചിന്തിക്കേണ്ടത്? എൻ്റെ വീട്ടിൽ ആര് വരും?
കർത്താവ് വരും. ആര് വരും? കർത്താവ് വരും. എൻ്റെ വീട്ടിൽ ആര് വരും? കർത്താവ് വരും. ഞാൻ ഈ പെൺകൊച്ചിനോട് ഒരു കാര്യം പറഞ്ഞു, മോളെ ദുഃഖ ശനിയാഴ്ച ഒരു സെതറ വായിക്കും. എന്താ സെതറായി പറയുന്നതെന്നറിയാമോ? സാത്താനെ ചിരിക്കല്ലടാ, സാത്താനെ ചിരിക്കല്ല. കർത്താവ് കല്ലറയിൽ ഇരുട്ടിൽ പൂട്ടപ്പെട്ടവനായി കിടക്കുകയാണ്. സാത്താൻ പൊട്ടിച്ചിരിക്കുന്നു. ദുഃഖ ശനിയാഴ്ച വായിക്കുകയാണ്, സാത്താനെ ചിരിക്കരുത്. എത്ര ഇരുട്ടത്ത് കർത്താവ് ഇരുന്നാലും എഴുന്നേറ്റ് വരും. ഇതെവിടെയാ വേദപുസ്തകത്തിൽ? മീഖയുടെ പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ വാക്യം. മീഖ 7-ാം അധ്യായം 8-ാം വാക്യം. സാത്താനെ ചിരിക്കരുത്, വീണാലും എന്ത് ചെയ്യും? എഴുന്നേറ്റ് വരും. എത്ര ഇരുട്ടാണേലും വെളിച്ചം വരും. നമ്മൾ ഇതങ്ങോട്ട് വിശ്വസിക്കണം. കർത്താവേ, ഒത്തിരി സ്ഥലത്ത് വീണു, എത്ര പാപത്തിൽ വീണു. നമ്മൾ സാത്താനോട് പറയണം, സാത്താനെ ചിരിക്കല്ലടാ, ഞങ്ങളെ നോക്കി ചിരിക്കരുത്, വീണാലും എന്തു ചെയ്യും? എഴുന്നേൽക്കും. നമുക്ക് ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ പ്രാർത്ഥന, വീണാലും എഴുന്നേൽക്കുമെന്നുള്ളൊരു പ്രാർത്ഥന, അത് മീഖയുടെ പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. ഞാനൊരു പാട്ടായിട്ട് പാടിത്തന്നാൽ നിങ്ങളതൊന്ന് ചേർന്ന് പാടാമോ? റെഡിയാണോ? സാത്താനോടാ പറയുന്നത് കേട്ടോ. ആരോടാണ് പറയുന്നത്? സാത്താനോട് ഈ വരികൾ ചേർന്ന് പാടണം. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ ചിരിക്കാതെ. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ ചിരിക്കാ. നന്നായിട്ട് പാടിക്കേ. വീണാലും ഞാൻ സാത്താനെ നീ ചിരിക്കാതെ. ഇവിടെ ഇരിക്കുന്ന നമ്മൾ വീടൊന്ന് മനസ്സിൽ ധ്യാനിച്ച്, വീട്ടിൽ ദേഷ്യം, അരിശം, വെറുപ്പ്, പാപം, വീട്ടിലിരിക്കുമ്പോൾ പാപം ചെയ്യാൻ തോന്നുന്നു. ഓരോ മുറിയിലിരിക്കുമ്പോൾ തിന്മകൾ, പല സ്ഥലത്ത് വീണിരിക്കുക. ആ വീടിൻ്റെ മുകളിൽ സാത്താനിരുന്ന് ചിരിക്കുക. ഈ വീട് തകർന്നു എന്ന് പറഞ്ഞാൽ ചിരിക്കുന്നത്. കർത്താവ് പ്രിയമുള്ളവർ, ഈ ആലയത്തിലിരുന്ന് നന്നായിട്ടൊന്ന് പാടിക്കുക. സാത്താനോട് പറയണം, ചിരിക്കരുത്, കർത്താവ് വരും, ഞങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ആകയാൽ ഈ സമയത്ത് നന്നായിട്ട് ചേർന്ന് പാടാം. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ ചിരിക്കാതെ. ഒന്നുകൂടെ. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ ചിരിക്കാതെ. എന്നേക്കുമായി നീ തകർക്കപ്പെടും പടമോ, എന്നേക്കുമായി നീ തകർക്കപ്പെടും. കർത്താവേ നീക്ക് വിജയം തരും, കർത്താവേ നീക്ക് വിജയം തരും, കർത്താവേ നീക്ക് വിജയം തരും. വീടോർത്ത് നന്നായിട്ടൊന്ന് പാടിക്കുക. എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ. നമ്മുടെ ഭവനത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച്, എത്ര വീണാലും ഞാൻ എഴുന്നേറ്റ് വരും, എത്ര പാപത്തിൽ പോയാലും കർത്താവ് എന്നെ തിരികെ കൊണ്ടുവന്ന് ആത്മാവിൽ നിറയ്ക്കും. ഓ സാത്താനെ ചിരിക്കരുതെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നന്നായിട്ട് നമുക്ക് ചേർന്നൊന്ന് പാടി ഈ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് കണ്ണുകളടച്ച് നന്നായിട്ട് ഈ പാട്ട് ചേർന്ന് പാടാം. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ ചിരിക്കാതെ. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ ചിരിക്കാതെ. എന്നേക്കുമായി നീ തകർക്കപ്പെടും, എന്നേക്കുമായി കർത്താവേ നീക്ക് വിജയം തരും, കർത്താവേ നീക്ക് വിജയം തരും, കർത്താവേ നീക്ക് വിജയം തരും. നല്ലവനായ ദൈവമേ, ഈ സന്ധിയിൽ ദൈവമേ, പാപങ്ങളിൽ നിന്ന് വിടുതൽ തന്ന്, അശുദ്ധാരൂപികളിൽ നിന്ന് വിടുതൽ തന്ന്, നിന്റെ രാജ്യത്തിലാകാൻ ആത്മനദി ഒഴുക്കണമേ. സാത്താനോടെന്നും ഞങ്ങൾ ഉദ്ഘോഷിക്കുവാനിടയാകണം. എന്നെ ചൊല്ലി ചിരിക്കണ്ട,
വീണാലും എഴുന്നേറ്റ് വരും. കർത്താവ് ജയം നൽകുന്നവനാണ്. അവൻ്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും എല്ലാം യേശുവിൽ ഉവ്വെന്ന് മാത്രമാണ്. ചോദിച്ചാത്തരും, കർത്താവേ എന്നെ ഒന്ന് കഴുകില്ലേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകില്ലേ, വിശുദ്ധീകരിക്കില്ലേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കില്ലേ? കർത്താവ് പറയാണ്, മകനെ, സ്വർഗം ആഗ്രഹിച്ചത് പാപമോചനവും പരിശുദ്ധാത്മാവിനെ തരുവാനുമാണ്. ചോദിച്ചാൽ സ്വർഗം മുഴുവൻ നിന്നിലേക്ക് ഇറങ്ങി വരും. ദൈവമേ, ഇതാ ഈ ആലയത്തിൽ നിന്റെ വലിയ കരുണ നിറയണമേ. കടങ്ങളുടെ പരിഹാരം നൽകി പാപങ്ങൾ മോചിക്കപ്പെട്ട് ആത്മാവ് നിറയട്ടെ. എല്ലാ വെറുപ്പും മാറട്ടെ, വിദ്വേഷം മാറട്ടെ, തിന്മകൾ മാറട്ടെ. ഞങ്ങൾ നിന്റെ മക്കളായി തീരട്ടെ. ദൈവാത്മാവ് നിറയുന്നവർ ദൈവത്തിൻ്റെ മക്കളായി തീരും. കണ്ണു തുറക്കാം. നിങ്ങൾ അടുത്തുള്ള ആൾക്ക് കൈ കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ചിരിച്ചു പറഞ്ഞേ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞേ. ഇങ്ങനെ അലുമിനിയം കല ചളുങ്ങിയ പോലെ വെക്കല്ലേ മുഖം. ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പറഞ്ഞേ, ഗോഡ് ബ്ലെസ് യു. ഈ അച്ഛന്മാരെ കാണുമ്പോൾ എന്നാ പറയേണ്ടത്? അല്ലാതെ ചേട്ടൻ ബിനീഷ് അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും പേര് ബിനീഷ് അച്ഛൻ വരുമ്പോൾ കർത്താവെ അനുഗ്രഹിക്കണമേ. എന്നാ വ്യത്യാസമായെന്നറിയാം? അവിടെ ആര് വരും? പരിശുദ്ധാത്മാവ്. അവിടെ ആര് വരും? ജാക്സൺ അച്ഛന് സങ്കടം വന്നിട്ടുണ്ട്. അച്ഛനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം കേട്ടോ. ജാക്സൺ അച്ഛനെ കാണുമ്പോൾ എന്ത് ചെയ്യണം? കർത്താവ് അനുഗ്രഹിക്കട്ടെ അല്ലേ? ഇവിടെ ആരെയും കാണുമ്പോൾ വെറുപ്പോ വിരോധമോ ഉണ്ടോ? പ്രിയമുള്ളവരെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറയണം. അതാ ദ വേ ഓഫ് ക്രോസ്. ഞാൻ എൻ്റെ വാക്ക് നിർത്തട്ടെ. ഈ സമയത്ത് നമ്മൾ ഗ്രിഗോറിയൻ പ്രയറിന് വേണ്ടി ഒരുങ്ങുകയാണല്ലോ. അതിനു വേണ്ടി നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഒരുങ്ങാം. കർത്താവിൽ പ്രിയരെ, ഇപ്പം ഗ്രിഗോറിയൻ പ്രയർ, സമർപ്പണ പ്രാർത്ഥന എല്ലാം നമ്മളോട് പ്രാർത്ഥനകൾ, വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഒരു ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, നമ്മുടെ രോഗത്തിലായിരിക്കുന്നവർ, അങ്ങനെ ഓരോരുത്തർ നമ്മളോട് ആവശ്യപ്പെടുന്നവരെല്ലാം ഒന്ന് സമർപ്പിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് കൈമുത്ത് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുമ്പോൾ കഞ്ഞി ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് ഹൂസോയോ ഇന്ന് കൈമുത്തിന് ശേഷം നൽകുന്നതാണ്. നാളെ രാവിലെ 6:15 മണിക്കായിരിക്കും പ്രഭാത നമസ്കാരം ആരംഭിക്കുന്നത്. പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ ശുശ്രൂഷ നീണ്ട ശുശ്രൂഷ ആയതുകൊണ്ട് കൃത്യം 6:15 മണിക്ക് പ്രഭാത നമസ്കാരം. രാത്രി നമസ്കാരം ഇവിടെ ഉണ്ട്. അത് 5:45 മണിക്കായിരിക്കും രാത്രി. എന്നാൽ 6:15 മണിക്ക് പ്രഭാത നമസ്കാരം ആരംഭിക്കും. അതേ തുടർന്ന് വിശുദ്ധ കുർബാനയും പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇതിന് മുമ്പും പറഞ്ഞു, ഇത് പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്, പെരുന്നാളാണ്. യഹൂദന്മാരുടെ 3 പെരുന്നാളിൽ ഒരു പ്രധാനപ്പെട്ട പെരുന്നാളാണ് പെന്തിക്കോസ്തി പെരുന്നാൾ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കാത്തിരിപ്പിന് വേണ്ടി സഭ അവിടുന്ന് ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങൾ മോശയുടെ ദൈവികമായ മോശമുഖാന്തരം കൽപ്പനയ്ക്ക് വേണ്ടി ദൈവികവും മാനുഷികമായ കൽപ്പനകൾ മോശ സീനായ് മലയിൽ ചെന്നപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ മലയുടെ താഴെ അവിടുന്ന് ഒരുങ്ങുകയാണ്. എന്തിനു വേണ്ടി? ദൈവികവും മാനുഷികവുമായ കൽപ്പനകൾ ലഭിക്കുവാൻ വേണ്ടി ഒരുങ്ങി. പിന്നീട് പുതിയ നിയമത്തിൽ കാണുമ്പോഴെല്ലാം സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവിടുന്ന് ഒരുങ്ങുന്ന ദിവസം. അപ്പം നമ്മളും അവിടെ തന്നെ ഒരുങ്ങുന്ന ഈ ഒരു അനുഭവമാണ് പെന്തിക്കോസ്തിയുടെ ദിവസമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. നാളത്തെ ശുശ്രൂഷയിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം. 6:15 മണിക്ക് പ്രഭാത നമസ്കാരം ആരംഭിക്കുന്നു. കൃത്യം 7 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നു. 7 മണിക്ക് മുമ്പായിട്ട് തന്നെ എല്ലാവരുടെയും സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ, ഉണ്ണി കുർബാനയിലും ഈ ശുശ്രൂഷയിലും ഉണ്ടാകണം.
മുട്ടുകുത്തലിൻ്റെ ശുശ്രൂഷയാണ് പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അവിടെ അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ ഈ 3 പാത്രങ്ങളിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹ ഓരോ സമയങ്ങളിൽ 3 ശുശ്രൂഷകൾ നമ്മൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ആ വെള്ളം പ്രാർത്ഥിച്ച വെള്ളം നമ്മൾ ജനങ്ങൾക്ക് തളിക്കുകയാണ്. അപ്പോൾ അത് നിറവ് ലഭിക്കണം, ആവശ്യം തന്നെയാണ്. ഒരു തുള്ളിയെങ്കിലും നമ്മുടെ ദേഹത്തിൽ വീണിരിക്കണം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദേവാലയത്തിൻ്റെ വെളിയിൽ നിൽക്കുന്നവരുടെ ശ്രദ്ധയിൽ വരികയാണ്. ദേവാലയത്തിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. ഒരു പക്ഷേ സ്ഥലമില്ല എങ്കിലും നിങ്ങൾക്ക് അതിനോട് അടുത്ത് നിൽക്കണം. ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. കോറിഡോറിൽ നിൽക്കുന്നവർ ചിലപ്പോൾ സ്ഥലമില്ല എങ്കിൽ അവിടെ തന്നെ നിൽക്കണം. ഈ എൻ്റെ ദേഹത്തിൽ ഒരു തുള്ളിയെങ്കിലും വെള്ളം വീഴണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ, ഒരു ഒരുക്കത്തോടെ തന്നെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ സംബന്ധിക്കണം. കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ പരിമിതികളുണ്ട്. അത്രയും ദൂരെ ഒന്നും പോകാൻ പറ്റത്തില്ല. ചിലപ്പം അവിടെ കോറിഡോറിൽ വരും, ബാൽക്കണിയിൽ വരും, ഇവിടുത്തെ സൈഡ് കോറിഡോറിലും വരും, നടക്കലും വരും, ഇവിടെ എല്ലാം വരും, ക്രമീകരിക്കും. എന്നാൽ വെളിയിലത്തെ കോറിഡോറിൽ വരുമ്പോൾ എല്ലാം ജനങ്ങൾ ചിലപ്പം കുരിശിൻ്റെ നമ്മുടെ കൊടിമരത്തിൻ്റെ അവിടെ നിൽക്കും, ചിലപ്പം ഹാളിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കും. അപ്പോൾ അവിടെയൊക്കെ പോകാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വന്ന് ഈ ശുശ്രൂഷകൾ സംബന്ധിച്ച് ഈ വെള്ളം സ്വീകരിക്കണം. എൻ്റെ ദേഹത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിച്ച വെള്ളമാണ്. പരിശുദ്ധ ബലിപീഠത്തിൻ്റെ അവിടെ വെക്കുന്ന വെള്ളമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആ വെള്ളിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആ ശക്തിയാൽ നിങ്ങൾ എഴുന്നേൽക്കൂ എന്ന് പട്ടക്കാരൻ അവിടെ പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആ വെള്ളത്തിൽ വന്ന് ആ വെള്ളം നിങ്ങളുടെ ദേഹത്തിൽ വീഴുന്ന ഒരു അനുഭവം അത് സ്വീകരിക്കണം. അതാണ് ഈ പെന്തിക്കോസ്തിയുടെ അനുഭവം എന്ന് പറയുന്നത്. എല്ലാവരുടെയും സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണം എന്ന കാര്യം അറിയിക്കുന്നു. ഇപ്പം ഗ്രിഗോറിയൻ പ്രേയറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ അറിയിക്കുന്നതാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾ ഒത്തിരി പേര് ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ പേരുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. എല്ലാവരെയും ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. പരിശുദ്ധനായ പത്രോസ് ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവെന്ന ദിവ്യദാനം വന്നാൽ അത് നിങ്ങളുടെ ജീവന് വേണ്ടിയതും ഭക്തിക്ക് വേണ്ടിയതും നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവന് വേണ്ടിയതും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളതും ഭക്തിയോടെ ജീവിക്കാനുള്ളതും നിങ്ങൾക്ക് തരുമെന്ന് വാഗ്ദാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രിഗോറിയൻ പ്രെയർ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ചോദിച്ചുകൊണ്ടാണ്. നിങ്ങളിങ്ങനെ ഇരിക്കാതെ മുട്ടുകുത്തി ഒന്ന് നിൽക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് നിന്നാൽ വളരെ നല്ലതായിരിക്കും. ഈ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റുന്നവർ നിൽക്കുക. നമ്മൾ ഈ സമയത്ത് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ എല്ലാം ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ആദ്യമായിട്ട് യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. യേശുവേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ
സ്വർഗം കൊതിച്ചതാണ് നിന്റെ ഉള്ളിൽ ആത്മാവിനെ തരാൻ. ദൈവം എത്ര നാളായി ദാഹിച്ചു. ഇസ്രയേലേ, എൻ്റെ പരിശുദ്ധ നാമം ഈ ജാതികളുടെ ഇടയിൽ നീ മലിനമാക്കിയിട്ടു. എൻ്റെ നാമത്തെ ചൊല്ലി ഞാനിതാ അയ്യോ ഭാവം വിചാരിക്കുന്നു. എൻ്റെ ജനമേ, എൻ്റെ കൽപ്പനകൾ പാലിക്കാൻ നിന്റെ ഉള്ളിൽ എൻ്റെ ആത്മാവിനെ പകരും. എസെക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവേ അവിടുന്ന് അരുളി ചെയ്തത്, പെന്തിക്കോസ്തിയുടെ നാളിൽ മാളിക മുറിയിൽ ഒരു കൊടുങ്കാറ്റായി ആ മാളിക മുറിയുടെ മുകളിൽ വലിയ ശബ്ദത്തോടുകൂടി ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് ശിഷ്യന്മാരുടെ ഉള്ളിൽ തീയായി ഇറങ്ങിയല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് ആത്മാവിനെ തരണം, പരിശുദ്ധാത്മാവിനെ തരണം. ആത്മാവാ ദൈവമേ, ഞങ്ങളുടെ ഉള്ളിൽ നിറയണമേ, സ്നേഹമായി നിറയണമേ, സന്തോഷമായി വരണമേ, സമാധാനമായി കവിയണമേ. ഇതാ ഞങ്ങളുടെ കുടുംബങ്ങൾ ആത്മാവിനാ നിറയട്ടെ, പരിശുദ്ധാത്മാവ് വരട്ടെ. ഞങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല ദൈവം, മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, ജീവിത പങ്കാളിയുടെ മേൽ, ദാനമായി തന്ന മക്കളുടെ മേൽ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ മേൽ ആത്മാവിനെ പകരണമേ. ഇതാ അനുതാപത്തോടുകൂടി ആര് വന്ന് വിളിച്ചാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് ആത്മാവിനെ തരും. കർത്താവ് പറയുന്നു, കൃപയുടെ കടലിലേക്ക് നീ നോക്കി അനുതാപത്തോടുകൂടി എന്നെ വിളിച്ചാൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ പകരും. ഈ സമയത്ത് അനുതാപത്തിനായിട്ട് നമ്മൾ ഈ സമയത്ത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ, തിന്മകളെ എല്ലാം ഓർത്ത് ദൈവം മുമ്പാകെ അനുതാപത്തോടുകൂടി കർത്താവേ പാപങ്ങൾ കഴുകിത്തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഏകാത്മജദേവാ, കൃപയുടെ കടലിൽ നോക്കുന്നേ എൻ കടമേറി പാപം പെരുതായി. അപ്പാ, അനേകരോട് വെറുപ്പ്, എപ്പോഴും ഉള്ളിൽ ദേഷ്യ സ്വഭാവം, കഴിഞ്ഞകാല ജീവിതത്തിൽ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട് എത്ര പേരെ നൊമ്പരപ്പെടുത്തി. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിൽ നന്നായൊന്ന് സംസാരിപ്പാൻ കഴിയുന്നില്ലല്ലോ. 100-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്കതയോടെ പെരുമാറാൻ തുടങ്ങും. ഓ ആത്മാവേ, ഞങ്ങളിലേക്ക് നിറയണമേ. കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാ വെറുപ്പുകളും മാഞ്ഞു പോകട്ടെ. ഞങ്ങളെ ചതിച്ചവരുണ്ട് ദൈവം, നൊമ്പരപ്പെടുത്തിയവരുണ്ട്, ഞങ്ങളെ വഞ്ചിച്ചവരുണ്ട്, കെണികളിലാക്കിയവരുണ്ട്. കർത്താവ് പറയുന്നു, നിന്നെ വീഴിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആ കുരിശ് ചുമന്നപ്പോൾ അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയെങ്കിലും കർത്താവ് ആ തുപ്പൽ തുടച്ചിട്ട് പറഞ്ഞു, പിതാവേ അനുഗ്രഹിക്കില്ലേ, അനുഗ്രഹിക്കില്ലേ. ദാ നിന്റെ ജീവിതം അനുഗ്രഹിക്കാനുള്ളതാണ്. ശത്രുക്കളെ അനുഗ്രഹിപ്പീൻ, നൊമ്പരപ്പെടുത്തിയവരെ അനുഗ്രഹിപ്പീൻ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ തകർച്ചക്കായി നോക്കിയിരുന്നവരെ എല്ലാം ദൈവം മുമ്പാകെ അനുഗ്രഹിപ്പീൻ. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് ഇറങ്ങി വ്യാപരിക്കുന്നത്. കർത്താവേ, ഈ സമയത്ത് സാത്താൻ ചിരിക്കാനിടയാകരുത്. എൻ്റെ വൈരികളാരും മോദിക്കരുത്. അനുതാപത്തോടുകൂടി നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ വെറും കൈയോടെ മടങ്ങിപ്പോകാനിടയാകല്ലേ. അപ്പാപിനിയായ സ്ത്രീ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇനി മുട്ടാൻ ഒരു വാതിൽ എനിക്കില്ല. നീ എന്നെ വെറും കൈയോടെ അയച്ചാൽ വൈരികൾ സന്തോഷിക്കും. നിന്റെ ആത്മാവിനെ പകരണം. കർത്താവ് പറഞ്ഞു,
അനേക പാപങ്ങൾ നിന്നിൽ ഞാൻ മോചിച്ചിരിക്കുന്നു. ഓ ദൈവമേ, ഈ സമയത്ത് ഞങ്ങൾ അനുതാപത്തോടുകൂടി നിന്റെ സന്നിധിയിൽ വരുമ്പോൾ ആ മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന് സന്തോഷിക്കുവാൻ ഇടയായി തീരണമേ. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വൈരികൾ മോദി അനുതാപമേഴും പാതകിൽ ദൂതസമൂഹം കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവമുണ്ട്. അവൻ നിന്റെ കണ്ണുകളില് കണ്ണുനീരെല്ലാം ഒപ്പും. നിന്റെ നൊമ്പരങ്ങൾ അവൻ ഏറ്റെടുക്കും. ഇസ്രയേല് മിസ്രയീമിൽ കഷ്ടപ്പെട്ടപ്പോൾ അവർ വാവിട്ട് കരഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇസ്രയേലേ, നിന്റെ നിലവിളി കേട്ടു ഞാൻ, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിലെ നൊമ്പരങ്ങൾ, ആരോടും പറയാൻ പറ്റാത്ത നീറുന്ന നൊമ്പരങ്ങൾ ഞാനിതാ അറിഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഞാൻ നിനക്ക് വിമോചനമയക്കും. എന്റെ ദൈവമേ, ഇന്ന് ജീവിത ഈ യാത്രയിൽ, ഈ മരുഭൂമി യാത്രയിൽ കണ്ണുനീരിൽ ആണ്ടുപോയി അനേകരും ഇവിടെ ഉണ്ട്. ദൈവം, തിരുവമ്പാകെ നൊമ്പരപ്പെടുന്ന എല്ലാ മക്കളെയും സ്വർഗം കണ്ടല്ലോ. ദൈവം, ജോലിയില്ലാതെ ഭാരപ്പെടുന്നു ജീവിതത്തിൽ, ദൈവമേ, ജോലി മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മക്കളുമേ നിന്റെ കരുണയിറങ്ങണമേ. പ്രതിസന്ധികളിലായിരിക്കുന്ന മക്കളുമേ നിന്റെ കൃപയാവരിക്കണമേ. അവിടെ നരളി ചെയ്തു, ഇതാ ഞാൻ നിനക്ക് മുന്നേ കടന്നിയല്ലോ. നിന്റെ മുമ്പിലുള്ള ദുർഘടങ്ങൾ സമഭൂമിയാക്കും. താമ്രവാതിലുകൾ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഞാൻ പൊട്ടിച്ചു കളയും. ഇതാ വഴി ഞാൻ തുറക്കുന്നവനാണ്. യഹോവയായ ദൈവം പറയുന്നു, ഞാനൊരു വഴി തുറന്നാൽ ആരും അടയ്ക്കില്ല. ഞാൻ അടച്ച വാതിലുകൾ ആരും തുറക്കില്ല. ഇസ്രയേലേ, നിനക്ക് ഞാൻ വഴിയൊരുക്കുന്നവനാണ്. ഓ, പ്രത്യാശയോടെ യേശുവിലേക്ക് നോക്കാം. നിന്റെ ജീവിതത്തിന്റെ വഴിമുട്ടിയോ, ഗതിമുട്ടിയ അവസ്ഥയാണ്. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. വഴി തുറക്കുന്നവനാണ്. ഇസ്രായേൽ മക്കളുടെ വഴിയാത്രയിൽ ചെങ്കടൽ ഇതാ മുമ്പിൽ തടസ്സമായി നിന്നെങ്കിലും മോശ വിശ്വാസ കണ്ണിൽ ഒരു വഴി കണ്ടു. കർത്താവ് തന്നെ വഴി. ഇതാ ഒരു കൊടുങ്കാറ്റയച്ച് അവൻ ആ ചെങ്കടൽ പിളർന്നു. ആ കൊടുങ്കാറ്റിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഓ ദൈവമേ, ഞങ്ങളുടെ ജോലിയുടെ മേഖലയിലുള്ള പ്രയാസങ്ങളിൽ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കണമേ. അങ്ങയുടെ ആത്മാവ് ആഞ്ഞടിക്കണമേ. ഈ കണ്ണുനീരുകൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് മായിച്ചു കളയാൻ നിന്റെ വലിയ കൃപയിറങ്ങട്ടെ. ഈ സമയത്ത് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവന്റെ അഭിഷേകം നമ്മളിലേക്ക് വന്ന് നിറയുമാറാകട്ടെ. വിശ്വാസത്തോടുകൂടി 4 യുവാക്കന്മാർ തളർന്നുപോയ ഒരു രോഗിയെ ചുമന്നുകൊണ്ട് ഒരു വീടിന്റെ മേൽക്കൂര ഇളക്കി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇറക്കിയപ്പോൾ കർത്താവ് പറഞ്ഞത് രോഗം സൗഖ്യമായെന്നല്ല, പാപങ്ങൾ മോചിക്കപ്പെട്ടു. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിലെ വഴിവിട്ട വഴികൾ ഞങ്ങളുടെ ശരീരത്തെ പല നൊമ്പരങ്ങളിലേക്ക് നയിച്ചിരിക്കുക.
പല രോഗങ്ങൾ ഇന്ന് ഞങ്ങളിലുണ്ട് ദൈവം. പാപം മൂലം വന്നുകൊടുന്ന രോഗം. ആ കുരുടനായ മനുഷ്യനെ ചൊല്ലി കർത്താവ് പറഞ്ഞു, ഇത് പാപം കൊണ്ടല്ല, ദൈവനാമത്തിന്റെ മഹത്വം വെളിപ്പെടാനത്രേ. ഓ കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി വരുന്ന നൊമ്പരങ്ങളുണ്ട്. ഇതാ ഏത് രീതിയിലുള്ള നൊമ്പരങ്ങളിലാണ് ഞങ്ങളുടെ എല്ലാ രോഗികളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, ഉള്ളങ്കാല് മുതൽ ഉച്ച വരെ രോഗം ബാധിച്ച അനേക മക്കൾ നിന്റെ മുമ്പിൽ പേര് തന്നിട്ടുണ്ടല്ലോ കർത്താവേ. പലവിധമായ പ്രയാസങ്ങളിൽ ഇരിക്കുന്ന മക്കളുടെ മേൽ കരുണയിറങ്ങണമേ. ക്യാൻസർ രോഗത്താ ഭാരപ്പെടുന്നു, ഹൃദയ സംബന്ധമായ രോഗത്തിലിരിക്കുന്നു, ഉദര സംബന്ധമായ രോഗങ്ങളിൽ, ആന്തരിക അവയവങ്ങളിൽ ദൈവമേ പലവിധമായ രോഗങ്ങൾ ബാധിച്ച് ശരീരം മുഴുവൻ അസ്വസ്ഥതയിലിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ കരുണയാകണം. ദൈവരാജ്യത്തിന്റെ അടയാളം യോഹന്നാൻ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, രോഗികൾ സൗഖ്യമാകും. ഓ ദൈവമേ, ഇന്ന് അങ്ങയുടെ രാജ്യം ഇറങ്ങണം, എല്ലാ രോഗിയുടെ മേലും കരുണ ഇറങ്ങണമേ. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കും. സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുമെന്ന് അരുളി ചെയ്ത വചനം ദൈവമേ ഞങ്ങളിലേക്ക് അയക്കണമേ. അവന്റെ അടിപ്പിണരുകളാ സൗഖ്യം തരുമെന്ന് അരുളി ചെയ്ത വചനം ദൈവമേ ഞങ്ങളിലേക്ക് വ്യാപരിപ്പിക്കണമേ. ഇതാ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു നരളി ചെയ്ത ദൈവമേ, ആ വചനം ഞങ്ങളിൽ ജീവിക്കണമേ. നിന്റെ കരുണ എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കണമേ. രോഗികളായ എല്ലാവരുടെ മേലും ദൈവമേ ആശ്വാസം നൽകണമേ. പാപമോചനത്തിലൂടെ നിന്നിലുള്ള പ്രത്യാശയിലായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്ക തുണിയെ നൽകിയ ദൈവമായ കർത്താവേ, കുടുംബജീവിതം സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ് കർത്താവേ. കുടുംബജീവിതത്തിലേക്ക് അവിടുന്ന് വിളിച്ചെടുപ്പിച്ച എല്ലാ മക്കളെയും ഈ സമയത്ത് തിരുമുമ്പാകെ ഓർക്കും. കുടുംബജീവിതത്തിന് ആവശ്യമായ നൽവരങ്ങൾ നൽകണമേ കർത്താവേ. കുടുംബജീവിതത്തിന്റെ വിശ്വസ്തതകളെ നശിപ്പിച്ച് കളയുന്ന ദുരാത്മശക്തികൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിൽ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നൊമ്പരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ കർത്താവേ, അതെല്ലാം ഇപ്പോൾ ആ കാൽവരി യാഗത്തിലൂടെ മാഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ ഭവനങ്ങൾ ദൈവരാജ്യമായി തീരണം. ഞങ്ങളുടെ കുടുംബത്തിൽ ആത്മാവ് നിറയണം. പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും കുടുംബജീവിതങ്ങളിൽ നിറയണമേ കർത്താവേ. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ കരുണ വ്യാപരിക്കട്ടെ ദൈവമേ. ഈ സമയത്ത് സങ്കടത്തോടുകൂടി തിരുമുമ്പാകെ വന്നിരിക്കുന്ന ജീവിത പങ്കാളികളെ ഓർക്കുന്നു. മക്കളില്ലാത്തവരുണ്ട് ദൈവമേ. അവിടുത്തെ സന്നിധിയിൽ അങ്ങയുടെ വചനം അരുളി ചെയ്തല്ലോ, ഇതാ ഞാൻ നിന്നെ മക്കളില്ലാത്തവരാക്കില്ല, ജാതികളുടെ നിന്നെ അനുഭവിക്കില്ല എന്ന് അരുളി ചെയ്ത ദൈവമേ, ആ വചനം നിന്റെ മക്കളുടെ മേൽ അയക്കണമേ. ഇതാ ആപത്തിനായിട്ട് നീ പ്രസവിക്കില്ല, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് അരുളി ചെയ്ത ദൈവമേ, ഞങ്ങളുടെ തിരുവചനം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ. അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നിന്റെ ഉദരഫലം ദൈവത്തിന്റെ പ്രജയെന്ന് വിളിക്കപ്പെടുമെന്ന് സ്വർഗം അരുളി ചെയ്ത വചനം ദൈവമേ അനേക മക്കളിലേക്ക് വ്യാപരിപ്പിക്കണമേ. ഇതാ മച്ചിയായവളെ ഭവനത്തിൽ മക്കളുള്ള സന്തോഷമുള്ള മാതാവാക്കി തീർക്കുമെന്ന് അരുളി ചെയ്ത ദൈവമേ, ആ വചനത്താൽ അനേക മക്കളുടെ ഉദരബലം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, മക്കളില്ലാത്ത ദമ്പതികളുമേ നിന്റെ കരുണ ഈ സമയത്ത് വ്യാപരിക്കുമാറാകട്ടെ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ.
അങ്ങ് ഞങ്ങളെ മെനഞ്ഞവനാണല്ലോ. എന്നുടയോനെ, നിന്റെ കൺമണി പോലെ ഞങ്ങളെ നീ മെനയുന്നവനാണല്ലോ. ഈ സമയത്ത് ഞങ്ങളിതാ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്നുടയോനെ, നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ. നിൻ ചിറകാലെ മറച്ചു പരീക്ഷനിന്നെന്നെ കാക്കണമേ. ദാവീദ് കുടുംബത്തെ വിട്ട്, കൊട്ടാരം വിട്ട് ഒലിവുമലയിലേക്ക് കരഞ്ഞുകൊണ്ട് കയറി. കർത്താവും അതേ വഴിയിൽ ആ ഒലിവുമലയിൽ കരഞ്ഞുകൊണ്ട് കയറി. ദാവീദ് പറഞ്ഞു, അപ്പോ എൻ്റെ മക്കൾ പലതും നശിച്ചുകൊണ്ടിരിക്കും. ഓരോ ആത്മാവും പ്രപഞ്ചത്തെക്കാൾ വിലയുള്ളതാണല്ലോ. അമ്നോനെ, നീ ഇന്നില്ലല്ലോ. അബ്ശാലോമേ, എൻ്റെ മകനെ, നീ ഇന്നില്ലല്ലോ. എൻ്റെ മകൾ താമാറേ, നിന്റെ ജീവിതം നശിച്ചല്ലോ. ദാവീദ് ദൈവത്തോട് പറഞ്ഞപ്പോ, എൻ്റെ മക്കൾ ഇനി നശിക്കരുത്, എൻ്റെ മക്കളുടെ മേ കരുണയിറങ്ങണം. ഈ സമയത്ത് ദൈവമേ, ഞങ്ങളുടെ മക്കളെ ഓർക്കും. കാവൽക്കാരൻ നീ മാത്രം. അവരൊക്കെയുമായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ, നിന്റെ കാവൽ വരണമേ, നിന്റെ കരുതലുണ്ടാകണമേ, ആത്മാവിനെ കൊടുക്കണമേ. ഞങ്ങളുടെ മക്കളമേ പരിശുദ്ധാത്മാവരങ്ങണമേ. യോവേൽ പ്രവാചകത്തിൽ നിന്റെ പുത്രന്മാരും പുത്രിമാരും ആത്മാവിൽ നിറയുമെന്നരളി ചെയ്ത വചനം ദൈവമേ ഞങ്ങളുടെ മക്കളുടെ മേൽ ചൊരിയണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ആത്മാവില്ലെങ്കിൽ എന്ത് പ്രയോജനം? സർവ്വലോകവും നേടിയാൽ ആത്മാവില്ലെങ്കിൽ എന്തു പ്രയോജനം? ദൈവമേ, ഈ ആലയത്തിലിരുന്നു കൊണ്ട് ഞങ്ങളിതാ നിന്നോട് യാചിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകണമേ. ഇതാ ഞങ്ങളുടെ മക്കൾ നിന്റെ മുമ്പാകെ കാഴ്ചയായി തീരട്ടെ, നിനക്ക് സുഗന്ധ ധൂപമായി തീരട്ടെ. ഞങ്ങളിതാ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആകുലതകൾ, അസ്വസ്ഥതകൾ, ദൈവമേ ഭാവിയെ ഓർത്ത് നൊമ്പരപ്പെടുന്നു. വിവാഹ ജീവിതത്തിന് ആഗ്രഹിച്ചിട്ടും വഴി കാണാത്തവർ, അനേക പ്രയാസങ്ങളിൽ കടബാധ്യതകളിൽ ഇരിക്കുന്നവർ, ഒരു വീട് വെക്കുവാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തവർ, എല്ലാ പ്രയാസങ്ങളിലും ഇരിക്കുന്നവർ, ദൈവമേ തിരുമുമ്പാകെ ഓർക്കുകയും അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, കണ്ടാലും ലോകാവസാനം വരെയും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിക്കില്ല, കൈവിടില്ല എന്ന് വിശ്വസിക്കുന്നു. ദൈവമേ, ഇതാ തിരുമുമ്പാകെ നൊമ്പരപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ആകുലപ്പെടരുത്. മുന്നമേ രാജ്യവും നീതിയും അന്വേഷിക്കും. രാജ്യം പരിശുദ്ധാത്മാവിന്റെ ഭരണമാണ്. കർത്താവേ, ആത്മാവിനെ ചോദിക്കുവാൻ, ആത്മാവിനെ യാചിക്കുവാൻ എല്ലാവരിലും കൃപ നിറയട്ടെ. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരുമ്പോൾ എല്ലാം നിയന്ത്രിക്കപ്പെടുമെന്ന് അരുളിച്ചത് ദൈവമായ കർത്താവേ, പ്രയാസങ്ങളിലിരിക്കുന്ന മക്കളുടെ മേൽ നിന്റെ കരുണ നിറയട്ടെ. കുടുംബജീവിതത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് വഴി തുറക്കണമേ. കടബാധ്യതകളിൽ ഇരിക്കുന്നവർക്ക് ദൈവമേ ഉത്തരമരളുമാറാകണമേ, വഴിയായി തീരുമാറാകണമേ. ഭവനങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ തടസ്സങ്ങൾ അവിടുന്ന് മായ്ച്ചു കളയണമേ. കർത്താവേ, ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ പേരുകൾ നൽകിയിരിക്കുന്ന എല്ലാ മക്കളുടെ നിന്റെ കരുണ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഇതാ ഈ സമയത്ത് ഞങ്ങളെ തന്നെ തിരുമുമ്പാകെ കാഴ്ചയായി അർപ്പിക്കുന്നു. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ,
അൻപോടുകൂടി ഞങ്ങളെ നീ കൈക്കൊള്ളുമാറാകണമേ. ആത്മശരീര മനസ്സുകളാ എന്നോടെ തിരുമുൽ കാഴ്ചകളേ താതസുതാശ്വാസപ്രദനേ അൻപോടു കൈക്കൊണ്ടിടണമേ. നമ്മിലേക്ക് തന്നെ നോക്കാം. എന്നോടൊന്ന് സംസാരിക്കണമേ ദൈവമേ. ഇങ്ങനെ ഞാൻ ജീവിച്ചാൽ മതിയോ? എനിക്കൊരു വിശുദ്ധി വേണ്ടേ? കർത്താവേ, എൻ്റെ ഉള്ളിൽ എന്തെല്ലാം ദുഷ്ചിന്തകൾ, എൻ്റെ നോട്ടം ശരിയല്ല, കണ്ണുകളിൽ ദുരാശയുണ്ട്. ദൈവമേ, നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും എൻ്റെ ചിന്തകൾ പതറുകയാണ്. എന്നെ ഒന്ന് കാണില്ലേ ദൈവമേ? ആഴത്തിൽ ഇടപെടില്ലേ? നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാം. കർത്താവ് പറയുന്നു, എൻ്റെ ആത്മാവ് വന്നാൽ ഞാൻ മുള്ളുവേല് കെട്ടി മതില് കെട്ടി പാപം കാണാതെ വണ്ണം വഴിയടയ്ക്കും. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ദൈവം പറയുക, പാപത്തിന്റെ വഴി നിന്നെ ഞാൻ അടയ്ക്കും. ഇതാ, എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്നെ ഞാൻ തടഞ്ഞു നിർത്തും. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. പൗലോസ് ശ്ലീഹ തീമോത്തിയോസിനോട് പറഞ്ഞു, തീമോത്തിയോസേ, നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ഇച്ഛിക്കാത്ത തിന്മയുണ്ട്. കണ്ണുകളിൽ എവിടെയൊക്കെയോ പാപങ്ങൾ. തീമോത്തിയോസിനോട് പൗലോസ് ശ്ലീഹ പറഞ്ഞു, എനിക്ക് പാപത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്നില്ല. കർത്താവ് എന്നെ എല്ലാ പാപങ്ങളിൽ നിന്ന് വിടുവിക്കും. കർത്താവ് എന്നെ എല്ലാ പാപങ്ങളിൽ നിന്ന് വിടുവിക്കും. തൻ്റെ സ്വർഗരാജ്യത്തിൽ എന്നെ കൊണ്ടുപോകും. അവൻ എന്നേക്കും മഹത്വം. ദൈവമേ, ഈ പ്രാർത്ഥന ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിക്കുകയാണ്. യേശു എന്നെ സ്നേഹിക്കും. എല്ലാ പാപങ്ങളിൽ നിന്നും കർത്താവ് എന്നെ വിടുവിക്കും. ഈ ആലയത്തിൽ മുട്ടുകുത്തിയത് സ്വർഗം കണ്ടിട്ടുണ്ട്. ദൈവദൂതന്മാർ ഇറങ്ങുന്നു, സ്വർഗീയ ഗണങ്ങൾ വ്യാപരിക്കുന്നു. പരിശുദ്ധ അമ്മയെ നിബിയന്മാർ, സ്ലീഹന്മാര്, സഹതന്മാരും സകലശുദ്ധിമാരും ചേർന്ന് നിൽക്കുന്നു. സ്വർഗീയ മാലാഖമാരുടെ വൃന്ദങ്ങൾ ചേർന്ന് വരുന്നു. കർത്താവ് പറയുന്നു, നിന്നെ എൻ്റെ ആലയമാക്കി തീർക്കും. മനോഹരമായൊരു ദേവാലയമാക്കി ഞാൻ നിന്നെ വിശുദ്ധീകരിക്കും. ചേർന്ന് നമുക്ക് പാടാം, സ്വർഗസ്ഥ പിതാവേ, എന്നിൽ മാനസശുദ്ധി വരുത്തണമേ എന്ന് നമുക്ക് നന്നായി ചേർന്ന് പാടി ഈ ശുശ്രൂഷകൾ ദൈവസന്നിധിയിൽ താഴ്ത്തി ഭരമേൽപ്പിക്കാം. സ്വർഗസ്ഥ പിതാവേ, മാനസശുദ്ധി വരുത്തണമേ. ദൈവസുതാ നീ എന്നാത്മാവിന്നു വിശുദ്ധി വരുത്തണമേ. അതാത് സ്ഥലത്ത് ശാന്തമായി ഒന്നിരിക്കാം. നന്ദി പറയാം. കർത്താവ് പറഞ്ഞു, നന്ദി പറഞ്ഞാൽ ഞാനത് ചുമക്കും. നന്ദി പറയാത്തത് നീ ചുമക്കും. ഈ ജീവിതം ഓർത്ത് നന്ദി പറഞ്ഞാൽ കർത്താവ് ചുമക്കും. കിട്ടിയ വീടിനെ ഓർത്ത് നന്ദി പറയാം, കർത്താവ് ചുമക്കും. മാതാപിതാക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്,
തന്ന മക്കളെ ഓർത്ത് നന്ദി പറഞ്ഞാൽ കർത്താവ് ഏറ്റെടുക്കും. ഈ ആലയത്തിൽ അല്പസമയം ശാന്തമായിട്ടിരുന്നു നന്ദി പറഞ്ഞ ദൈവസന്നിധിയിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ ആലയത്തെയും എല്ലാം സമർപ്പിക്കാം. നമ്മൾക്ക് ദാനമായി തന്ന അഭിഷിക്തരെ ഓർത്ത് നന്ദി പറയാം. ദൈവം എല്ലാവരെയും ഏറ്റെടുക്കട്ടെ. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമുക്ക് 2 വരി നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ, ആ പാട്ടിൻ്റെ വരികൾ എല്ലാവർക്കും അറിയാവുന്ന വിശ്വസിക്കുന്നു. നമുക്ക് ചേർന്നൊന്ന് പാടാം. അല്ല, എഫ് മൈനർ കോഡിലൊന്ന് പിടിക്കാമോ? ചേർന്ന് പാടാം. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ, നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാ, സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കാ എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. പാടിക്കേ. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാ, സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കാ എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനേ, ആത്മാവിലും സത്യത്തിലും നിത്യകാലം. ആമേൻ എന്ന് പറഞ്ഞേ. ആമേൻ ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പ്രാർത്ഥിച്ചതെല്ലാം അപ്രകാരം തന്നെ സംഭവിക്കും എന്നുള്ള നമ്മുടെ വിശ്വാസമാണ്. ആമേൻ. ഞാൻ പറഞ്ഞ ഒരു വാക്യം നിങ്ങൾ പഠിക്കണം. 2 തീമോഥെയോസ് 4:18 കർത്താവ് എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കും, സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകും, അവൻ എന്നേക്കും മഹത്വം. പൗലോസ് ശ്ലീഹ പറഞ്ഞു ആമേൻ. എന്താ പറഞ്ഞേ? മാറത്തില്ല, എന്നെ കൊണ്ടുപോകും, ദൈവത്തിൻ്റെ കൂടെയാക്കും. ആമേൻ. ഇങ്ങനെ നമ്മളെന്നും പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ മേൽ ഇടപെടും. ഞാനൊരു ചെറിയ പുസ്തകത്തിൻ്റെ കോപ്പി ഇവിടെയുണ്ട്. വചനധ്യാന പ്രാർത്ഥന എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥനകൾ ആ പുസ്തകത്തിലുണ്ട്. വൈദിക സെമിനാരിയിലെ വിദ്യാർത്ഥികൾ ചേർന്ന് ഞങ്ങൾ 2013 ഇരുന്ന സമയത്ത് ആണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് എഴുതിയ പ്രാർത്ഥന ഇതിൻ്റെ അകത്തുണ്ട്. കർത്താവേ, രക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഇനി ഓരോ അവയവങ്ങൾ, കർത്താവേ എൻ്റെ കണ്ണ് രക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കണമേ, നാവ്, ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മസ്കറ്റിൽ പോയപ്പോൾ കൊണ്ടുപോയി എന്നെ എയർപോർട്ടിൽ പിടിച്ചവിടെ ഇട്ടു. അതുകൊണ്ട് ഞാനിവിടെ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എൻ്റെ സോഫ്റ്റ് കോപ്പി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അച്ഛൻ്റെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് അയച്ചു തരും. എൻ്റെ ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. അത് ആവശ്യമുള്ളവർക്കെല്ലാം അച്ഛൻ അയച്ചു തരുന്നതായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ആദ്യോടൊന്ന് ചേർന്നിരുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ച് നിർത്തുന്നു. കർത്താവിൽ പ്രിയരെ, വളരെ അനുഗ്രഹമായ ശുശ്രൂഷകളായിരുന്നു വന്യനായ അച്ഛൻ്റെ ഇന്നത്തെയും ഇന്നലത്തെയും. നാളെ വിശുദ്ധ ബലി അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനാണ്. യുവജന പ്രസ്ഥാനത്തിൻ്റെ